ഓഫ് ആറ്റം എന്ന കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ CBSE-കാർക്ക് ഓൾമോസ്റ്റ് ഞാൻ തീർത്തു. സ്റ്റേറ്റുകാർക്ക് ലിമിറ്റിംഗ് റിയേജന്റ് ആണ്, അല്ല എംപിരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല വരെയാണ് താരേക്കാട് എടുത്തിരിക്കുന്നത്. പിരായിരി ക്യാമ്പസിൽ കുറച്ചുണ്ട്, അത് ഞാൻ 1-2 ക്ലാസ് കൊണ്ട് വേഗം ഫിനിഷ് ചെയ്ത് തരാം. ഫസ്റ്റ് ചാപ്റ്ററിന്റെ കുറച്ച് ബാക്കിയുള്ളത്. ഇത് സെക്കൻഡ് ചാപ്റ്റർ ആണ്, സ്ട്രക്ചർ ഓഫ് ആറ്റം. സ്ട്രക്ചർ ഓഫ് ആറ്റം നിങ്ങളുടെ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കില് ഏറ്റവും വലിയ ചാപ്റ്റർ ആണ്, ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ആണ്. 3, ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ഏറ്റവും അടിപൊളി. 3, നമ്മുടെ തല പ്രാന്താക്കണ ചാപ്റ്റർ ആണ്. ഹൗ മെനി ഓഫ് യു എഗ്രി വിത്ത് മീ? ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പകുതി മരിച്ചു പോകും. ഈ രണ്ടാമത്തെ ചാപ്റ്ററും കൂടി ആവുമ്പോ നമുക്ക് ഇടയ്ക്ക് തോന്നും, എന്തിനാ ഇപ്പൊ സയൻസ് എടുത്തത്? ആം ഐ റൈറ്റ് ഓർ നോട്ട് മൈ ഡിയർ സ്റ്റുഡൻസ്? സത്യം. കുറെ പേര് ആളുകളുണ്ട്. അഭിഷേക്, ആർദ്ര, ജോഷ്, ആദിത്യശ്രീ, ആദിത്യൻ, ഊർവിക, എവരിബഡി ഈസ് സേയിങ് ദാറ്റ് ആതിര, ട്രൂ സർ, യെസ്, ഓക്കെ. പക്ഷേ സാറുടെ ഒരു 4-5 സ്ലോട്ട് കഴിയുമ്പോ നിങ്ങൾ ഇതെല്ലാം മാറ്റി പറയും. സാർ ഇത്ര എളുപ്പമായിരുന്നു എന്ന് സാറോട് ചോദിപ്പിക്കും സാർ. ഓക്കെ, സ്ട്രക്ചർ ഓഫ് ആറ്റത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ചുറ്റും ഈ പ്രപഞ്ചത്തില്, ഇൻ ദിസ് യൂണിവേഴ്സ് there are so many things. Say yes or no. നമുക്ക് ചുറ്റും ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന റൂമിൽ നിങ്ങൾക്ക് മൊബൈൽ കാണാം, ലാപ്ടോപ്പ് കാണാം, ടേബിൾ കാണാം, ചെയർ കാണാം, അല്ലേ? എനിത്തിങ് ദാറ്റ് ഓക്യുപ്പൈസ് സ്പേസ് ഈസ് കോൾഡ് ആസ് മാറ്റർ. ഈ സാധനങ്ങൾ എല്ലാത്തിനെയും മാറ്റർ കാറ്റഗറിയിലാണ് ഇതെല്ലാം പെടുക. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മാറ്റേഴ്സും, ഈ പ്രപഞ്ചത്തില് ഏതൊക്കെ സാധനത്തിനാണോ ഇരിക്കാൻ സ്ഥലം വേണ്ടത്, ആ സാധനങ്ങളെയാണ് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത്. എനിത്തിങ് ദാറ്റ് ഓക്യുപ്പൈസ് സ്പേസ് ഈസ് കോൾഡ് ആസ് എ മാറ്റർ, റൈറ്റ്? എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ കൊണ്ടാണ്. എല്ലാ മാറ്റേഴ്സ്, നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഇൻഡിവിസിബിൾ സാധനം കൊണ്ടാണ്. വാട്ട് ഈസ് ദാറ്റ്? ക്യാൻ എനിവൺ സേ? നമുക്ക് ചുറ്റും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ മാറ്ററുകളും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സാധനം കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? മൈദാമാവ് കൊണ്ടാണോ? നോ വേ അറ്റ് ഓൾ. സാറേ, നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ സാധനങ്ങളും, നമ്മൾ ഉൾപ്പെടെ, ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം കൊണ്ടാണ് സാർ, ആറ്റം കൊണ്ടാണ്. സോ വിത്തൗട്ട് ആറ്റം, സ്ഫടികം സിലിബിയില് തിലകൻ പറയുന്ന പോലെ, മാത്സ് ഇല്ലെങ്കിൽ ഈ ലോകം വട്ടപൂജ്യം എന്ന് പറയുന്ന പോലെ, ശരിക്കും ആറ്റം ഇല്ലെങ്കിൽ അല്ലേ വട്ടപൂജ്യം? സ്ഫടികത്തിലെ തിലകന് കെമിസ്ട്രി അറിയില്ല, അതുകൊണ്ടാണ് പറയാഞ്ഞത്. ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തില് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം കൊണ്ടാണ് അത്രേ. അങ്ങനെയെങ്കിൽ ഈ ആറ്റം പ്രധാനപ്പെട്ട സാധനമാണോ അല്ലയോ? പ്ലീസ് ടെൽ മീ. അങ്ങനെയെങ്കിൽ ഈ ചാപ്റ്റർ നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ട് പഠിക്കണ്ടേ? കുറച്ച് മെനക്കെടണ്ടേ? ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന എല്ലാ വസ്തുക്കളും, അതിന്റെ ഇൻഗ്രീഡിയന്റ്, ബേസിക് ഇൻഗ്രീഡിയന്റ്, അത് ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം കൊണ്ടാണ് എന്ന് പറയുമ്പോൾ ആ ആറ്റത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കണ്ടേ? ആറ്റത്തിന്റെ ചരിത്രം പഠിക്കണ്ടേ? ആറ്റത്തിനെ കുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് പഠിക്കണ്ടേ? സേ യെസ് ഓർ നോ. ഇപ്പൊ ഈ ചാപ്റ്ററിനോടുള്ള ദേഷ്യം മാറി കുറച്ചായി നിങ്ങൾ സ്നേഹിച്ചു തുടങ്ങും. ഒരു ചാപ്റ്ററിനെ നിങ്ങൾ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ മാത്രമാണ് ആ ചാപ്റ്ററിലേക്ക് നിങ്ങൾ അടുക്കുക. നേരെ മറിച്ച് മാർക്കിന്റെ ബേസിൽ മാത്രം ഒരു ചാപ്റ്ററിനെ കാണുമ്പോൾ നിങ്ങൾക്ക് ചാപ്റ്ററും വെറുക്കും, സയൻസും വെറുക്കും, നിങ്ങൾക്ക് നിങ്ങളെയും വെറുക്കും, ടീച്ചറെയും വെറുക്കും. ലൈഫ് ഈസ് വെരി വെരി ബ്യൂട്ടിഫുൾ. സോ യു ഷുഡ് ലേൺ how to like all things around you, my dear students. Anything around you is an opportunity. So here God blessed us to get an opportunity to know about atom, and take this great opportunity to learn about atom. You agreed? So here we go, my dear students. Yes. അപ്പോ ആറ്റത്തിനെ കുറിച്ച് ആദ്യം വായ തുറന്ന ആളുടെ പേരെന്താ? ആറ്റം ആദ്യമായി കണ്ടുപിടിച്ച വ്യക്തി, ആ മഹാവ്യക്തി ആരാ? ഡാൾട്ടൻ ചേട്ടൻ, അല്ലെ? ആറ്റത്തിനെ കുറിച്ച്, ആറ്റമാണ് ഈ ഇൻഡിവിസിബിൾ പാർട്ടിക്കിള്, ഈ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ കൊണ്ടാണ് ഈ ലോകത്തുള്ള, പ്രപഞ്ചത്തിലുള്ള എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് മൈക്കൽ കേറി ആദ്യം വിളിച്ചു പറഞ്ഞത് നമ്മുടെ ഡാൾട്ടൻ ചേട്ടനാണ്. ജോൺ ഡാൾട്ടൻ ചേട്ടനാണ്
മൈക്കിൽ കയറി വിളിച്ചു പറഞ്ഞത്, മാന്യ മഹാജനങ്ങളെ, നമുക്ക് ചുറ്റും കാണുന്ന ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മാറ്ററുകളും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം കൊണ്ടാണ് അത്രേ. ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ ആണ് ആറ്റം. എന്താണ് ഇൻഡിവിസിബിൾ എന്ന് വെച്ചാൽ? ഈ ആറ്റത്തിനെ ഇനി നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഇൻഡിവിസിബിൾ. ഇറ്റ് കനോട്ട് ബി ഡിവൈഡഡ് ഫെർദർലി ഇറ്റ് കനോട്ട് ബി ഡിവൈഡഡ്. നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് ആറ്റമാണ് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ചെറിയ സാധനം. ആ ആറ്റം കൊണ്ടാണ് നിങ്ങൾക്ക് ചുറ്റും കാണുന്ന എല്ലാ സാധനങ്ങളും, എല്ലാ മാറ്റേഴ്സും, all matters are made up of the smallest indivisible particle called atom. അത് ആദ്യമായിട്ട് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ നമ്മുടെ ഡാൾട്ടൻ ചേട്ടൻ മാസാണ്, അല്ലെ? മരണമാസാണ്. ഡാൾട്ടൻ ചേട്ടനാണ് ആദ്യമായിട്ട് ആറ്റത്തിനെ കുറിച്ച് ഈ ലോകത്തിന് വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭയങ്കര അധികം റെസ്പെക്ട് കിട്ടി. പക്ഷെ ശാസ്ത്രജ്ഞന്മാരുടെ ലോകം, സയന്റിസ്റ്റുകളുടെ ലോകം കുറച്ചുകൂടി റിസ്ക് ആണ്. ഈ നമ്മുടെ കോളനി ആന്റിമാരുടെ ഗോസിപ്പ് പോലെയാണ് ഈ സയന്റിസ്റ്റുകളുടെ ലൈഫ്. ഇന്ന് ഒരാൾ ഒരു സാധനം കണ്ടുപിടിച്ചാൽ നാളെ തൊട്ട് മറ്റൊരു സയന്റിസ്റ്റ് അയാൾ കണ്ടുപിടിച്ചത് തെറ്റ് എന്ന് പ്രൂവ് ചെയ്യാനാണ് ഒരുപാട് സമയം ചെലവാക്കുക. സേസോർനോ അടിപൊളി കോമ്പറ്റീഷൻ ആണ്, നല്ല മത്സരം നടക്കുക. അതെങ്ങനെ ഡാൾട്ടൻ MGR ആവും? അതെങ്ങനെ ഡാൾട്ടൻ ഇത്രയും പേരും പ്രശസ്തിയും? അങ്ങനെ പറ്റില്ലല്ലോ. അയാൾ പറഞ്ഞതിൽ നമുക്ക് തെറ്റും കുറ്റും കണ്ടുപിടിക്കണം. ഇതിനെ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ചെയ്യുന്നു ഇല്ലേ? നിങ്ങളുടെ തെറ്റ്, മോനെ 10ാം ക്ലാസ് എത്ര മാർക്കുണ്ട്? അയ്യോ കുറഞ്ഞു പോയല്ലോ, ഇല്ലേ? അതായത് അഫ്ല ഡാൾട്ടൻ ആറ്റത്തിനെ കുറിച്ച് കുറെ സംഭവങ്ങൾ പറഞ്ഞല്ലോ. ഈ ലോകത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം കൊണ്ടാണ്. ആറ്റത്തിനെ ഇനി അവിടുന്ന് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ആറ്റം ഈസ് നോട്ട് ഫെർദർലി ഡിവൈഡഡ്. ഇത്രയും മനസ്സിലായോ അഫ്ലയ്ക്ക്? ഇത് പറഞ്ഞ് ജോൺ ഡാൾട്ടൻ അടിച്ചു പൊളിച്ചു പോണ സമയത്ത് സ്റ്റെക്കായി സാർ. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അഫ്ല മോളെ? മോള് നല്ല നെറ്റാക്ക്. വൈകുന്നേരം ആകുമ്പോഴേക്കും നിങ്ങളുടെ നെറ്റ് ഒന്നും ഡ്രെയിനായി കളയണ്ട. നിങ്ങൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഇന്റർനെറ്റ് ഉപയോഗിക്കുക. എന്റെ ക്ലാസ് ഒക്കെ കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഇന്റർനെറ്റ് സ്വരൂപിച്ച് വെക്കുക, ശേഖരിച്ച് വെക്കുക. വീട്ടുകാരുടെ പൈസയൊന്നും അനാവശ്യമായിട്ട് കളയരുത്. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാ. ഓക്കെ, നെറ്റ് നമ്മൾ ഫുള്ളായിട്ട് വൈകുന്നേരം വരെ വാട്സപ്പിൽ കളയാതെ സാറുടെ ക്ലാസ്സിന് വേണ്ടി മാറ്റി വെച്ചാൽ നിങ്ങളുടെ നെറ്റ് ഫുൾ സ്പീഡ് ഉണ്ടാവും. ഓക്കെ അല്ലേ? സാറൊരു 2 വീക്സ് റെസ്റ്റിന് ശേഷം ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ചുമയുണ്ടാവും. ഇത് ശരിയാക്കാം നമുക്ക്, ക്രമേണ മാറും. സാറ് റെസ്റ്റ് പീരീഡ് കഴിയുമ്പോൾ ഈ ഇടയ്ക്കുള്ള ചുമയും മാറും കേട്ടോ. അതുവരെ ഒന്ന് നിങ്ങൾ സഹിക്കണം സാറുടെ ചുമ. ഓക്കെ, ക്ലിയർ? അപ്പൊ ഡാൾട്ടൻ ചേട്ടൻ പറഞ്ഞു ആറ്റം കൊണ്ടാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ആറ്റം ഈ ലോകത്തുള്ള എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റം ഇൻഡിവിസിബിൾ ആണ്. ഇതിനെ ഫർദർലി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇതിനെ ഇനി ആർക്കും പൊട്ടിക്കാൻ പറ്റില്ല എന്ന് ഡാൾട്ടൻ ചേട്ടൻ പറഞ്ഞു. ഇതോടുകൂടി ഡാൾട്ടൻ ചേട്ടന്റെ കഷ്ടകാലം തുടങ്ങി. കാരണം കുറെ ആളുകള് ഇങ്ങേർക്കിട്ട് പണിതിട്ട്, കുറെ ചേട്ടന്മാര് ഇങ്ങേർക്കിട്ട് പണിതിട്ട് പുതിയ പുതിയ സാധനങ്ങൾ, ഈ ആറ്റം എന്ന് പറയുന്ന സാധനത്തിനെ പൊട്ടിച്ചിട്ട് എടാ ഡാൾട്ട, മോനെ ഡാൾട്ട, താങ്കൾ പറഞ്ഞു ആറ്റത്തിനെ പൊട്ടിക്കാൻ പറ്റില്ല. ഇതാ എന്റെ എക്സ്പെരിമെന്റ് നോക്ക്. ഞാനൊരു പരീക്ഷണം നടത്തിയിട്ട് ആറ്റത്തിന്റെ ഉള്ളിൽ നിന്ന് ഞാനൊരു സാധനം കണ്ടുപിടിച്ചു. അതിന്റെ പേര് ഇലക്ട്രോൺ. മറ്റൊരുത്തം പറയുന്നു ഇലക്ട്രോൺ മാത്രമല്ല, ഞാനൊരു പരീക്ഷണം നടത്തി ഞാൻ കണ്ടുപിടിച്ചു പ്രോട്ടോൺ. മറ്റൊരാൾ പറയാണ് ഡാൾട്ട നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, ഞാനും പൊട്ടിച്ചു ആറ്റത്തിനെ, എനിക്ക് പൊട്ടിക്കാൻ കഴിഞ്ഞു, എന്നിട്ട് ഞാൻ കണ്ടുപിടിച്ചു ന്യൂട്രോൺ. എന്ത് മനോഹരമായ ആചാരങ്ങൾ! ഡാൾട്ടൻ ചേട്ടൻ പറഞ്ഞു മക്കളെ, അഫ്ല, ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് യുവർ ഇന്റർനെറ്റ് ഇഷ്യൂ. പ്ലീസ് സോൾവ് ഇറ്റ്. Please rectify it. I hope it is very much audible and it is very much visible to all of you, my dear students. Am I audible? Am I visible? Yes. എന്റെ മക്കളെ, ടൈഫോയിഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ദേഹം നമുക്ക് അനക്കാൻ പറ്റില്ല. 10-15 ദിവസം ഒന്നും ദേഹം അത്ര പെയിൻ ആയിരിക്കും. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അറിയാം. ബോൺ മാരോ ആണ് ഫസ്റ്റ് വീക്ക് ആവുക. എൻ്റെ ഒരു വിൽ പവറിലാണ് ഞാൻ ഈ ഗട്ട്സിൽ നിൽക്കുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ ഇതിന്റെ 50 മടങ്ങ് എനർജിയാണ് സാറുടെ ക്ലാസ്സിന്. അത് നിങ്ങൾക്കും അറിയാം. എന്നിട്ടും സാറ് പരമാവധി ക്ലാസ്സിനോട് നീതി പുലർത്താൻ ശ്രമിക്കുന്നുണ്ട്. ശരിയല്ലേ?
നിങ്ങളുടെ ക്ലാസ്സിലെ ടീച്ചർ ലോഞ്ച് ചെയ്ത പോലെയല്ല ഞാൻ ഡാൾട്ടൺ കോൺസെപ്റ്റ് ലോഞ്ച് ചെയ്തത്. സിനിമ കഥ പോലെ ഞാൻ ഈ ചാപ്റ്റർ കൊണ്ടുപോകണത്. ഇങ്ങനെ പോകുമ്പോഴാണ് ഈ ചാപ്റ്ററിനോട് നമുക്കൊരു താല്പര്യം തോന്നുക. ബൈഹാർട്ട് പഠിക്കാതെ പരീക്ഷയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടാവുക. എൻട്രൻസ് എക്സാംസ്, കോമ്പറ്റീറ്റീവ് എക്സാംസ് നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുക. യു ഗോട്ട് ഇറ്റ്? യു ഗോട്ട് ഇറ്റ്? കഥ പോലെ വരണം. ഈ ലോകത്തെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റം കണ്ടുപിടിച്ച് ഡാൾട്ടൺ. പക്ഷെ ഡാൾട്ടന് ഒരു വശവശക്ക് പറ്റി. ഈ പുള്ളി പറഞ്ഞു ആറ്റത്തിനെ പൊട്ടിക്കാൻ പറ്റില്ല. പക്ഷെ അയാൾക്ക് എതിരായിട്ട് മറ്റു കുറെ സയന്റിസ്റ്റ് എക്സ്പെരിമെന്റ് നടത്തിയിട്ട് ആറ്റത്തിനെ പൊട്ടിച്ചിട്ട് ഇലക്ട്രോൺ കണ്ടുപിടിച്ചു, പ്രോട്ടോൺ കണ്ടുപിടിച്ചു, ന്യൂട്രോൺ കണ്ടുപിടിച്ചു. ഈ 3 സാധനങ്ങൾക്ക് പേര് പൊതുവായിട്ട് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്നാണ് പറയുന്നത്. സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ആറ്റത്തിന്റെ ഉള്ളിൽ, ആറ്റത്തിന്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസ്, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. റോബോ സിനിമയില്, രജനികാന്തിന്റെ ഒരു സിനിമയില് പാട്ടിലുണ്ട് ഇങ്ങനെ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടാവും അറിയില്ല. നിങ്ങൾ നല്ല കുട്ടികളായതുകൊണ്ട്, സിനിമ കാണാത്ത കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല. ഞാൻ ലോകത്തുള്ള എല്ലാ സിനിമയും കാണും. നിങ്ങളെയൊക്കെ മേക്കേണ്ടതല്ലേ? ഒരു റിലാക്സേഷൻ ഒക്കെ വേണ്ടേ അല്ലെ? ക്ലിയർ ആയോ? ഈ ചാപ്റ്റർ എന്തിനാ നമ്മൾ പഠിക്കാൻ പോകണമെന്ന് മനസ്സിലായോ? ആറ്റം ഈ പ്രപഞ്ചത്തിലെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം കൊണ്ടാണ്. എന്തിരൻ സിനിമ എന്ന് യശസ്വിനി ഇട്ടുണ്ട്. കറക്റ്റ്, യശസ്വിനി. ഞാൻ നിന്നെ ശരിക്കത്തെ ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ നിന്നെ പൊക്കാം. യശസ്വിനി. യെസ്, ക്ലിയർ? എന്തിരൻ തന്നെ, അരുണാനന്ദ്. ക്ലിയർ? ഇത്രയും ഭാഗം ക്ലിയർ ആണ് സാർ. സാർ ഇത്രയും ഭാഗം ക്ലിയർ. യെസ്. എന്നാൽ ലെറ്റ് മീ ആസ്ക് യു സം ക്വസ്റ്റ്യൻസ്. ആരാണ് ആറ്റത്തിനെ കുറിച്ച് ആദ്യമായിട്ട്, ആറ്റം എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് ചുറ്റുമുള്ള എല്ലാ മാറ്റേഴ്സും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം കൊണ്ടാണെന്ന് ആരാണ് പറഞ്ഞത്? യെസ് യെസ് യെസ്, എവരിബഡി ഈസ് ആൻസറിങ്. ഇറ്റ്സ് ഡാൾട്ടൺ, ഡാൾട്ടൺ, ഡാൾട്ടൺ. ഗുഡ് 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 ഗുഡ്. നിവേദിതയുടെ ഒന്നും റെസ്പോൺസേ കാണുന്നില്ലല്ലോ. പ്രായിരിക്കാര് ഒരാളുടെയും കാണുന്നില്ലല്ലോ. നമ്മൾ എന്തിനാ പറയുന്നത്? മറ്റുള്ളവർ പറഞ്ഞോട്ടെ. നമ്മൾ പറഞ്ഞാൽ നമ്മുടെ എനർജി വേസ്റ്റ് ആവുമല്ലോ. പാവം സാറ് ടൈഫോയിഡ് വെച്ച് കിടക്കുമ്പോഴും നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നുണ്ടല്ലോ രാത്രി കഷ്ടപ്പെട്ടിട്ട്. അപ്പൊ പിന്നെ നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ പാടില്ല. സിദ്ധാർത്ഥ് പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, പാവം. ഗുഡ്. അപ്പൊ ആറ്റത്തിനെ കുറിച്ച് ആദ്യമായിട്ട് വിവരണം തന്നത് ഡാൾട്ടനാണ്. പുള്ളിക്ക് പറ്റിയൊരു അബദ്ധം, പുള്ളി പറഞ്ഞു ആറ്റം ഈസ് ഇൻഡിവിസിബിൾ, ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഭാവിയില് മറ്റ് സയന്റിസ്റ്റ്, അത് ആരൊക്കെ എന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഭാവിയിൽ the other scientists, they have conducted so many experiments and ആനന്ദം ഉണ്ട് അല്ലെ? വെരി ഗുഡ്. ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടത്തി ആ എക്സ്പെരിമെന്റിലൂടെ അവർ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ കണ്ടുപിടിക്കുകയുണ്ടായി. ഇതാണ് സാർ ഇത്രയും നേരം പറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. ജെയിംസ് ബോണ്ടിന്റെ സിനിമ പോലെ എങ്ങനെയാണ് സാർ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്, എങ്ങനെയാണ് സാർ പ്രോട്ടോൺ കണ്ടുപിടിച്ചത്, എങ്ങനെയാണ് സാർ ന്യൂട്രോൺ കണ്ടുപിടിച്ചത്? ഞാനൊരു രസത്തിന് ചോദിക്കാം. നിങ്ങളുടെ പല സ്കൂളുകളിലും ഈ ചാപ്റ്റർ എടുത്തതാണ്. നിങ്ങളുടെ പല സ്കൂളുകളിലും ഈ ചാപ്റ്റർ എടുത്തതാണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആര്? ഡാൾട്ടൺ ചേട്ടൻ പറഞ്ഞു ആറ്റത്തിനെ പൊട്ടിക്കാൻ പറ്റില്ല എന്ന്. പക്ഷെ ആരൊക്കെയോ ചേർന്ന് പരീക്ഷണം നടത്തി ആറ്റത്തിനെ പൊട്ടിച്ചു. ഡാൾട്ടൺ ചേട്ടൻ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. കൃഷ്ണപ്രിയ പറയുന്നുണ്ട് ജെ തോംസൺ ആണ്. ജെ തോംസൺ ആണ്. യെസ്, എവരിബഡി ഈസ് സേയിങ് ദാറ്റ് ജെ തോംസൺ. യെസ്, തോംസൺ ആൻഡ് ക്ലീൻ എന്ന് പറയുന്നുണ്ട്. നോ അതർ ആൻസർ. നിർമ്മൽ പറയുന്നുണ്ട് തോംസൺ ആൻഡ് ക്ലീൻ എന്ന്. എനി അതർ ആൻസർ? യഥാർത്ഥത്തില് നമ്മുടെ പുതിയ റിവൈസ്ഡ് സെറ്റപ്പ് പ്രകാരം ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടുപിടിച്ചു എന്നാണ് വെപ്പ്. പക്ഷേ ജെ തോംസൺ ഈ പരീക്ഷണം നടത്താൻ വേണ്ടി ഉപയോഗിച്ച ഒരു ട്യൂബ് ഉണ്ട്. ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചതെന്ന് നിങ്ങൾ പറയുന്നത്. ഈ ആറ്റത്തിനെ പൊട്ടിച്ച് ഇലക്ട്രോൺ എന്ന് പറയുന്ന സാധനം ഉണ്ട് എന്ന് തെളിയിക്കാൻ ജെ തോംസൺ ഉപയോഗിച്ച മാളവിക പീസ് ആൻസറിങ് ഇറ്റ് ഈസ് ഡിസ്ചാർജ് ട്യൂബ്. യെസ്, വെരി ഗുഡ്. ജെ തോംസൺ ഉപയോഗിച്ച ഒരു ട്യൂബ് ഉണ്ട്, നമ്മുടെ ഫ്ലൂറസെന്റ് ട്യൂബ് പോലെ ഡിസ്ചാർജ് ട്യൂബ്.
സഫോന പറയുന്നത്. അതിനെ പറയുന്ന മറ്റൊരു പേരാണ് കാഥോഡ് റേ ട്യൂബ് എന്നും പറയാറുണ്ട്. കാഥോഡ് റേ ട്യൂബ്. ആ ട്യൂബ് ശരിക്കും കണ്ടുപിടിച്ചത് ആരാണെന്ന് പറയാൻ പറ്റുമോ? ആ ട്യൂബിന്റെ ഉടമസ്ഥാവകാശം ആർക്കാണെന്ന് പറയാൻ പറ്റുമോ? എവിടെ എവിടെ കാര്യമില്ല. ഫാരഡേ ആണ്. ഫാരഡേ. യെസ് അനന്തു, യു ആർ റൈറ്റ്. ഇറ്റ് ഈസ് മൈക്കൽ ഫാരഡേ. അതുകൊണ്ട് തന്നെ പല ടെക്സ്റ്റ് ബുക്കിലും പല കണ്ടന്റിലും ഫാരഡേ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ച് എന്ന് പറയുന്നുണ്ട്. ഫാരഡേയുടെ ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് ശരിക്കും ഫാരഡേയുടെ ഡിസ്ചാർജ് ട്യൂബില് ഇലക്ട്രോണിന്റെ പ്രസൻസ് ആദ്യം മനസ്സിലാക്കി. പക്ഷെ അത് ഇലക്ട്രോൺ ആണെന്നും അതിന്റെ ചാർജ് അതിന്റെ മാസ് ഒക്കെ കണ്ടുപിടിച്ച ആളാണ് ജെ തോംസൺ. പക്ഷെ നമ്മൾ എക്സാമിൽ എന്ത് എഴുതിയാൽ മതി? ജെ തോംസൺ എന്ന് എഴുതിയാൽ മതി. യു ഗോട്ട് ഇറ്റ്? എടാ മക്കളെ, ആറ്റത്തിനെ പൊട്ടിച്ചു, ആറ്റത്തിന്റെ ഉള്ളിൽ ഇലക്ട്രോൺ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു. ആ ഇലക്ട്രോൺ എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കാൻ വേണ്ടി ശരിക്ക് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്, ആ ഡിസ്ചാർജ് ട്യൂബിന്റെ പാറ്റന്റ് ഫാരഡേയുടെ പേർക്കാണ്. മൈക്കൽ ഫാരഡേയുടെ ആണ് ട്യൂബ്. എന്നിട്ട് പുള്ളി പരീക്ഷണം നടത്തി എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന് മനസ്സിലാക്കി. പക്ഷെ അത് ഇന്നതാണെന്നും അതിന്റെ മാഗ്നിറ്റ്യൂഡ്, അതിന്റെ ചാർജ്, അതിന്റെ മാസ് ഇതൊക്കെ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ഉറക്കെ എല്ലാവരും പറഞ്ഞത് ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചതെന്ന്. ശരിക്ക് അതിൽ ആർക്കും കൂടി അവകാശമുണ്ട്. ജെ തോംസന്റെ എക്സ്പെരിമെന്റില് ജെ തോംസൺ കണ്ടുപിടിച്ചു എന്ന് പറയുന്ന ഇലക്ട്രോണില് അയാൾ ഉപയോഗിച്ച സാധനം ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. ആ ഡിസ്ചാർജ് ട്യൂബ്, കാഥോഡ് റേ ട്യൂബ്, അതാരുടെയാ? ഫാരഡേ. ആർദ്ര ജോഷ് പറയുന്നുണ്ട് ഇറ്റ് ഈസ് ഫാരഡേ. ലക്ഷ്മി പറയുന്നുണ്ട് ഇറ്റ് ഈസ് ഫാരഡേ. വെരി ഗുഡ്, വെരി ഗുഡ്. Is anybody from Chinmaya who is attending the class? Chinmaya Vidyalayam, Tattamangalam. ആരെങ്കിലും അറ്റൻഡ് ചെയ്യണ്ടോ? Anushri is there, Adil is there, Aravind is there. Anyone else? Siddharth is there. 10. Okay, no issue. I just verified. നോ അതർ ഇന്റൻഷൻ. ഞാൻ ഈ 8 മണി ക്ലാസ്സുകൾ വന്നാൽ ഞാൻ വഴക്കേ പറയില്ല. കാരണം ഇതൊരു എക്സ്ട്രാ ക്ലാസ് ആണ്. ചെയർമാൻ സാറ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഡയറക്റ്റായി വന്ന് തരുന്നതാണ്. നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, യെസ്. ഹിയർ ഐ എം ഗോയിങ് ടു ഷെയർ സം സ്ലൈഡ്സ് വിത്ത് യു. ഓക്കെ, wait. ഫാരഡേ ചേട്ടന്റെ സംഭവമൊക്കെ നമുക്കൊന്ന് നോക്കണ്ടേ? Yes, of course. Yes. Slide visible ആണോ? Is it visible for you, my dear students? Is it visible? നിങ്ങൾ കൈയും കാലും ഇട്ട് കുത്തി വരയ്ക്കരുത്. ഇത് കുളമാവും. ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. എടാ, നിങ്ങൾ സ്ക്രീനിൽ തൊട്ട് കളിക്കരുതേ. ആരാണ് തൊട്ടതെന്ന് എനിക്ക് ഇതിൽ പേരടക്കം വരും. ഞാൻ പേര് വായിച്ച് നിങ്ങളെ ഇതാക്കണില്ല. ശ്രദ്ധിക്കുക. ഓക്കെ, യെസ്. Now we are going to see about the discovery of electron. നോക്കേ, ആരെന്നാ പറഞ്ഞിരിക്കുന്നേ? ആ ചിത്രം ജഷോന്റെ മൊബൈലിൽ നിന്നാണ് ഈ വര വന്നുകൊണ്ടിരിക്കുന്നത്, പച്ച വര. എനിക്കത് വൃത്തിയായിട്ട് കാണാം ആരുടെ കയ്യിൽ നിന്നാണ് ഈ വര വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജഷോ, പ്ലീസ് 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 ഡോണ്ട് സ്ക്രിബിൾ ഓൺ സ്ക്രീൻ. ഈ ഡിസ്ചാർജ് ട്യൂബില് ധാരണ ഉണ്ടാക്കിയ ആദ്യത്തെ ആള് നിങ്ങൾ ജെ തോംസൺ എന്ന് വേണം പരീക്ഷയ്ക്ക് എഴുതാൻ. പക്ഷെ ഈ ഡിസ്ചാർജ് ട്യൂബിന്റെ ഉടമ, നോ ഇഷ്യൂ ജിഷോ, ഈ ഡിസ്ചാർജ് ട്യൂബിന്റെ ഉടമ നമ്മുടെ ഫാരഡേ ചേട്ടനാണ്. ഓക്കെ, ഞാൻ ആ പിക്ചർ വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.
ഓക്കെ, നിങ്ങൾക്ക് വിസിബിൾ ആണല്ലോ അല്ലെ? ഈ ട്യൂബ് എത്ര പേര് സ്കൂളിൽ കണ്ടിട്ടുണ്ട്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചു എന്ന് ടീച്ചേഴ്സ് പറഞ്ഞു തരുമ്പോൾ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ കാണുന്ന സ്ക്രീനിൽ, ഇപ്പൊ നിങ്ങൾക്ക് മുന്നിലുള്ള സ്ക്രീന് എത്ര പേര് കണ്ടിട്ടുണ്ട്? അനന്തു പറയുന്നുണ്ട്, അനന്തു എന്ന്. ഭവ്യ പറയുന്നുണ്ട്. ഇതാണ് ദിസ് ട്യൂബ് ഈസ് കോൾഡ് ആസ് കാഥോഡ് റേ ട്യൂബ് ഓർ ഡിസ്ചാർജ് ട്യൂബ്. എഗ്രീഡ്? ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, പക്ഷെ ടീച്ചർ പഠിപ്പിച്ചില്ല. ടീച്ചർ നേരെ ജെ തോംസന്റെ എക്സ്പെരിമെന്റ് തൊട്ട് പഠിപ്പിച്ചിട്ടുണ്ടാവും അല്ലെ? പക്ഷെ ജെ തോംസന്റെ എക്സ്പെരിമെന്റും ബോർ മോഡലൊക്കെ എത്തുമ്പോ നമുക്ക് ഈ ഫണ്ടമെന്റൽ അറിഞ്ഞിട്ട് പോകുന്നതാണ് ബുദ്ധി. യു ഗോട്ട് ഇറ്റ്? ടെക്സ്റ്റ് ബുക്കിൽ എൻട്രൻസുകാർക്ക് ഇത് മസ്റ്റ് ആയിട്ടും വേണം. എൻട്രൻസുകാർക്ക് ഇടയിൽ നിന്ന് വിഴുങ്ങാൻ സാധിക്കില്ല. നമ്മൾ പഠിക്കുമ്പോൾ വൃത്തിയായിട്ട് പഠിക്കുക. സാർ ഒരു ചാപ്റ്റർ കൈവയ്ക്കുമ്പോൾ അത് കംപ്ലീറ്റ് കൈവയ്ക്കും. എവിടെന്നെങ്കിലും വെച്ച് തുടങ്ങിയിട്ട് അറ്റോമിക് മോഡൽ തൊട്ട് പഠിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എൻട്രൻസ് എക്സാമിന് നമുക്ക് പണി കിട്ടും. PPT കാണിച്ചു, നോ ഇഷ്യൂ. മക്കളൊന്ന് ശ്രദ്ധിക്കുക, സാറ് കാണിച്ചു തരാം. ക്ലിയർ ആയിരുന്നില്ലേ സംഭവങ്ങള്? ഞാൻ ഫ്രെയിമിൽ വരട്ടെ കേട്ടോ. സ്ലൈഡ് വരും, ഡോണ്ട് വറി. സ്ലൈഡൊക്കെ ഇപ്പൊ വരും. എനിക്ക് വിരല് ചൂണ്ടി പറഞ്ഞു തരണ്ടേ സംഭവങ്ങള്? സ്ലൈഡ് മാത്രമാവുമ്പോഴേ നിങ്ങൾക്ക് രണ്ടും കൂടി കിട്ടില്ല. എന്നെയും കിട്ടണ്ടേ? എന്നെയും കാണണ്ടേ? സ്ലൈഡ് മാത്രം കണ്ടാൽ മതിയോ? പോരല്ലോ അല്ലേ? മക്കളെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഇതാണ് ഡിസ്ചാർജ് ട്യൂബ്. ഇപ്പൊ സാറ് കാണിച്ചിരിക്കുന്ന ഈ സാധനമാണ് എന്ത്? ഡിസ്ചാർജ് ട്യൂബ്. ഇതൊരു ഇവാക്യുവേറ്റഡ് ട്യൂബാണ്. ഇവാക്യുവേറ്റഡ് ട്യൂബ് എന്ന് വെച്ചാൽ അകത്തുള്ള എല്ലാ എയറും പുറത്തേക്ക് അടിച്ചു കളഞ്ഞിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ഇവാക്യുവേറ്റഡ് ട്യൂബ്. അതിനു വേണ്ടിയാണ് ഈ വേക്കം പമ്പ് യൂസ് ചെയ്യുന്നത്. സാർ കാണുന്നില്ലേ? യശസ്വിനിക്ക് കാണില്ല എന്ന് പറയണു. വാട്ട് അബൌട്ട് അതേഴ്സ്? കുഡ് യു സീ മീ, ഓൾ ഓഫ് യു? കാണുന്നില്ലേ? ഈശ്വര, സാർ എത്ര ബ്യൂട്ടിഫുൾ ആക്കാനാ നോക്കുന്നേ. എനിക്ക് വേണമെങ്കിൽ ഈ തലവേദനയുടെ ആവശ്യമൊന്നുമില്ല. വെറുതെ അങ്ങോട്ട് എടുത്തു പോയാൽ മതി. ഞാൻ നിങ്ങൾക്ക് കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് സാർ എന്തൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. കാണുന്നുണ്ട്, ഗുഡ്. എന്നെയും പിറകിൽ സ്ലൈഡും കാണുന്നുണ്ടോ? ഈ കാണുന്ന ട്യൂബാണ് മക്കളെ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നല്ലതാണ്. ഈ കാണുന്ന ട്യൂബാണ്. ഈ കഴിഞ്ഞ പോലത്തെ പിള്ളേർ ചെയ്ത പോലെ ചെയ്യേണ്ട. ഈ ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഫോട്ടോ സൈസ് എടുത്ത് വെച്ചു. എന്നിട്ട് സ്റ്റാറ്റസ് ആക്കി. എന്നിട്ട് എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചർ എന്നെ വിളിച്ച് ചോദിക്കുകയാണ്, ഇത് എങ്ങനെയാണ് ഈ സാധനം സൂമില് ഇതെങ്ങനെ ചെയ്യാന്ന്. അങ്ങനെ വിളിച്ച് ചോദിച്ച് ഡെമോ എടുത്തിട്ട് എന്റെ തൊണ്ടയൊക്കെ പോയി. ഓക്കെ, ഇത് ശ്രദ്ധിക്കേ. ഇതാണ് ഡിസ്ചാർജ് ട്യൂബ്. ഇതാണ് എന്ത്? ഡിസ്ചാർജ് ട്യൂബ്. അതായത് മൈക്കൽ ഫാരഡേക്ക് അവകാശപ്പെട്ട ഡിസ്ചാർജ് ട്യൂബാണ് ഇത്. ഇതിന്ന് ഇലക്ട്രോൺ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് നമ്മൾ ജെ തോംസൺ. കാരണം ജെ തോംസൺ ആണ് ഇലക്ട്രോണിന്റെ ചാർജും അതുപോലെ അതിന്റെ ചാർജ് ബൈ മാസ് റേഷ്യോ ഒക്കെ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. അപ്പൊ ഈ സാധനം ശരിക്ക് ഫാരഡേക്ക് അവകാശപ്പെട്ടതാണ്. എന്നാലും ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ജെ തോംസൺ ആണ്. ഓക്കെ, ദിസ് ഈസ് എ ഡിസ്ചാർജ് ട്യൂബ്. ഇതൊരു ഇവാക്യുവേറ്റഡ് ട്യൂബാണ്. ഒരറ്റത്ത് കാഥോഡ്, മറ്റേ അറ്റത്ത് ആനോഡ്. സാർ ഇതൊക്കെ പരീക്ഷയ്ക്ക് മറക്കും സാർ. എന്തിനടാ മറക്കുന്നത്? ഒരു ബാറ്ററി ഈ കാണിച്ചിരിക്കുന്നതൊക്കെ ഭയങ്കര മാസ് കാണിക്കാണ്. ഹൈ വോൾട്ടേജ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? വെളിയിൽ ഒരു ബാറ്ററി വെക്കണം. വെളിയിൽ നമ്മളൊരു ബാറ്ററി വെക്കണം. അതാണ് ഈ ഹൈ വോൾട്ടേജ്. കണ്ടോ? ഹൈ വോൾട്ടേജ്. ബാറ്ററിയുടെ നെഗറ്റീവ് എന്ന് വെച്ചാൽ ചെറിയ വര. ഈ ചെറിയ വര കണക്ട് ചെയ്താ നോക്ക്, ചെറിയ വര എവിടെ കണക്ട് ചെയ്തിട്ടുണ്ടോ ആ മെറ്റലാണ് നെഗറ്റീവ്. ഈ ചെറുതല്ലേ നെഗറ്റീവ്? ഈ ബാറ്ററിയുടെ ചെറിയ വരയല്ലേ നെഗറ്റീവ്? അത് ഏത് മെറ്റലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടോ അതായിരിക്കും നെഗറ്റീവ് ഇലക്ട്രോൺ. ഈ ഗോട്ട് ഇറ്റ്? ബൈഹേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ട്യൂബ് വരയ്ക്കുക. വേക്കം പമ്പിന് വേണ്ടിയിട്ട് ഈ ഗ്യാപ്പ് വിടുക. വേക്കം പമ്പ്
ഉള്ളിൽ ഇവാക്യുവേറ്റ് ചെയ്ത് അതിന്റെ ഉള്ളിലെ പ്രഷർ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇൻ ഓർഡർ ടു കൺട്രോൾ ദ പ്രഷർ ഇൻസൈഡ് ദ ട്യൂബ് വി ആർ യൂസിങ് എ വേക്കം പമ്പ്, എ ഹൈ വോൾട്ടേജ് ബാറ്ററി. ആ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ, ഈ കുട്ടി വരെയാണ് നെഗറ്റീവ് ടെർമിനൽ. നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്ത മെറ്റൽ റോഡ് ആയിരിക്കും കാഥോഡ്. വലിയ വര പോസിറ്റീവ്. ഈ ബിഗ് ലൈൻ ഈസ് പോസിറ്റീവ് ടെർമിനൽ. പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തതാണ് എന്ത്? ആനോഡ്. ആന വലുതല്ലേ? അങ്ങനെയെങ്കിലും ആലോചിച്ച് വെക്കടപ്പാ. ഈ വലിയ വര ആന, ആന വലുതാണ്. ആ വലുത് കണക്ട് ചെയ്തത് ആനോഡ്. പൂച്ച ചെറുതാണ്. ചെറിയ വര കണക്ട് ചെയ്തത് കാഥോഡ്. ഇനി തെറ്റിക്കോ? ഇനി തെറ്റിക്കോ? ഇനി തെറ്റിക്കോ? എവിടെ ഒരാളുടെയും കാണാനില്ല. ഈ പിള്ളേര് സിനിമ കാണുന്ന പോലെ ഇരുന്ന് ഉറങ്ങുന്നുണ്ടാ? ചാറ്റ് ബോക്സിൽ ചറവറാന്ന് വരട്ടെ. സാർ ഇന്നൊരു 15 മിനിറ്റ് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാറ് റെസ്റ്റിന്റെ അടിയിൽ കൂടെ തുടങ്ങി വെച്ചത്. പക്ഷെ പൊളിയായി. ഗുഡ്. അപ്പോ ഈ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് എന്നൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ വലുതാക്കിയിട്ടുണ്ടെങ്കിലും എടാ ആകെ കൂടി ഇതില് ഒരു കാലി ട്യൂബ്, ഒരു ഇവാക്യുവേറ്റഡ് ട്യൂബ്. ഇവാക്യുവേറ്റഡ് ട്യൂബ് എന്ന് വെച്ചാൽ ഉള്ളിൽ യാതൊരു വിധത്തിലുള്ള ഗ്യാസും ഇല്ല. അങ്ങനെ വല്ല ഗ്യാസും വന്നാൽ അടിച്ചു കളയാനാണ് വേക്കം പമ്പ്. വേക്കം പമ്പ്. ഓക്കെ. പിന്നെ ഒരു ഹൈ വോൾട്ടേജ് ബാറ്ററി, ഒരു പമ്പ്, വേക്കം പമ്പ്, ഒരു ബാറ്ററി, ഹൈ വോൾട്ടേജ് ബാറ്ററി. പിന്നെ 2 മെറ്റൽ കഷ്ണങ്ങൾ, 2 മെറ്റൽ പീസസ്. അതില് ഈ ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന മെറ്റൽ പീസ് കാഥോഡ്. പൂച്ച ചെറുതായതുകൊണ്ട് ചെറിയ വര കണക്ട് ചെയ്തത് കാഥോഡ്. ആന വലുതായതുകൊണ്ട് വലിയ വര കണക്ട് ചെയ്ത മെറ്റല് ആനോഡ്. ഇത്രയേ ഉള്ളൂ പാർട്സ്. ഈ പാർട്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. If you have any doubt regarding these parts, you can ask me now. No, sir. No, sir. No doubt. No doubt. No doubt. സാരില്ല, 1-2 ദിവസം കൊണ്ട് സാറ് ഉഷാറാവൂട്ടോ. എഴുതൊന്നും വേണ്ട. ജെറിനെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ, എന്നിട്ട് സ്റ്റാറ്റസ് ഒക്കെ വെക്കി. അപ്പോ അച്ഛനൊക്കെ വിചാരിച്ചോളൂ നീ പഠിക്കാൻ തുടങ്ങി, ഇത് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, ചെറിയും ഭയങ്കര സംഭവമായി എന്ന് വിചാരിച്ചോളൂ. അല്ല ചെറിനെ? ഞാനും വേണമെങ്കിൽ അച്ഛൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാം. അവർ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, രാത്രി ക്ലാസ്സിലൊക്കെ നന്നായിട്ട് ആൻസർ ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഞാൻ സൈഡായിട്ട് നീ സ്ക്രീൻഷോട്ട് എടുക്കണ്ട, എന്നെയും കൂടി വെച്ചിട്ട് നീ സ്ക്രീൻ എടുത്താൽ മതി. സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഞാനില്ലാതെ എന്ത് സ്ക്രീൻഷോട്ട്? പോട്ടെ, ഇവിടെ നോക്ക്. ക്ലിയർ? അപ്പോ ഒരു ഗ്ലാസ് ട്യൂബ്, ഒരു ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ട്യൂബ്. എങ്ങനെയാണ് ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ട്യൂബ് എടുത്തത്? എങ്ങനെ ഇവാക്യുവേറ്റഡ് കണ്ടീഷൻ കൊണ്ടുവന്നത്? യൂസിങ് എ വേക്കം പമ്പ്. ഹൈ വോൾട്ടേജ് ബാറ്ററി is there. 2 metal pieces are there. 1 metal connected to negative terminal of battery is cathode. Positive terminal of battery is anode. അതിലവർ പറയുന്നത് ഈ ആനോഡിനെ പെർഫോറേറ്റഡ് എന്നാ പറയുന്നത്. പെർഫോറേറ്റഡ്. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ആവും. എന്താണ് സാർ പെർഫോറേറ്റഡ്? എന്താണ് സാർ പെർഫോറേറ്റഡ്? ചെറിയ 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 സുഷിരങ്ങൾ, സ്മോൾ പോർസ് ഉണ്ടാവും. ഈ ആനോഡ് കണ്ടോ? ഈ ആനോഡ്, ഈ ബ്രൗൺ കളർ ആനോഡ് കഷ്ണം കണ്ടോ? ഈ ആനോഡ് പെർഫോറേറ്റഡ് ആണ്. പെർഫോറേറ്റഡ് എന്ന് വെച്ചാൽ ധാരാളം പോർസ് ഉണ്ടാവും, അതില് ധാരാളം സുഷിരങ്ങൾ ഈ ആനോഡില്. എന്നിട്ട് അതിന്റെ പിറകിലുള്ള ഗ്ലാസ് സൈഡ് ഒരു ബ്ലൂ കോട്ടിങ് കണ്ടോ? ഒരു ബ്ലൂ കോട്ടിങ് എത്ര പേർക്ക് കാണാം? ഈ ആനോഡ് പെർഫോറേറ്റഡ് ആണെന്ന് പറഞ്ഞു. പെർഫോറേറ്റഡ് എന്ന് വെച്ചാൽ ധാരാളം ഹോൾസ് ഉണ്ട്, ധാരാളം പോർസ് ഉണ്ട്. അതിന്റെ ബാക്കിലായിട്ട് ഒരു ബ്ലൂ കളർ കോട്ടിങ് നിങ്ങൾക്ക് കാണാം. എത്ര പേർക്ക് കാണാം ബ്ലൂ കളർ കോട്ടിങ്? അതിനെയാണ് ഫ്ലൂറസെന്റ് കോട്ടിങ് എന്ന് പറയുന്നത്. അതിനെയാണ് ഫ്ലൂറസെന്റ് കോട്ടിങ് എന്ന് പറയുന്നത്. അതിനെയാണ് ഫ്ലൂറസെന്റ് കോട്ടിങ് എന്ന് പറയുന്നത്. വേറെ ആർക്കും കണ്ടില്ല ഈ ബ്ലൂ? ആനോഡിന്റെ തൊട്ട് പിറകിലായിട്ട് ഒരു ബ്ലൂ കോട്ടിങ് വേറെ ആരും കണ്ടില്ല? ആനോഡിന്റെ തൊട്ട് പിറകിലായിട്ട് ഈ ബ്ലൂ കോട്ടിങ് ആരും കണ്ടില്ല? യെസ്, അതിന് എന്ത് കോട്ടിങ് എന്നാ പറയാ? ഫ്ലൂറസെന്റ് കോട്ടിങ്. ഈ ആനോഡ് എന്ന് പറയുന്ന മെറ്റലിനെ പെർഫോറേറ്റഡ് ആണ്. PERFORATED. പെർഫോറേറ്റഡ് എന്ന് വെച്ചാൽ ഹോൾസ് ഉണ്ട്, ധാരാളം പോർസ് ഉണ്ടാവും, അതിനകത്ത് ധാരാളം സ്മോൾ ഹോൾസ്, സ്മോൾ പോർസ് ഉണ്ടാവും. അതാണ് പെർഫോറേറ്റഡ്. പെർഫോറേറ്റഡ് ആനോഡാണ്. അതിന്റെ പിറകില് ഫ്ലൂറസെന്റ് കോട്ടിങ്. സിങ്ക് സൾഫൈഡ് ആണ് ഫ്ലൂറസെന്റ് കോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് സിങ്ക് സൾഫൈഡ്.
സിങ്ക് സൾഫൈഡ്. ഇത്രയും നേരം കിട്ടിയത് വിഷ്വൽ ഇമ്പാക്റ്റ് ആണ്. ഇനി സാർ ബോർഡിൽ വരയ്ക്കുമ്പോൾ തെളിഞ്ഞു വരും. ഒന്നുമില്ല, നമ്മൾ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് നോക്കാൻ പോവാണ്. ഈ ട്യൂബിന്റെ ഉടമസ്ഥൻ മൈക്കൽ ഫാരഡേ ആണ്. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിലൂടെയാണ് ഇലക്ട്രോൺ എന്ന് പറയുന്ന സാധനം കണ്ടുപിടിച്ചത്. കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണെങ്കിലും ഡിസ്ചാർജ് ട്യൂബിന്റെ ഉടമസ്ഥാവകാശം ഫാരഡേക്കാണ്. നോക്കിയോ, ഒരു ഗ്ലാസ് ട്യൂബ് നിങ്ങളുടെ വഴിക്കല് വരുന്നു. സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ഭാഷയിൽ ഒരു ഗ്ലാസ് ട്യൂബ്. ഓക്കെ, ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ട്യൂബ്. ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വെച്ചിട്ട്, വേക്കം പമ്പ്, ഒരു പമ്പ് നിന്നുള്ള ഗ്യാസ് അടിച്ചു കളഞ്ഞ് ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേക്കം പമ്പ് ഉണ്ട്. രണ്ട് സൈഡും ഒരു മെറ്റൽ പീസ് വെച്ചു. എന്നിട്ട് ഹൈ വോൾട്ടേജ് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററി പറയുമ്പോൾ ചെറിയ വരി ഉണ്ടാവും, വലിയ വരി ഉണ്ടാവും അല്ലെ. ഇതില് ഈ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്ത ഭാഗം പോസിറ്റീവ് ആണ് അല്ലേ. ഇത് പോസിറ്റീവ്. ഈ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്ത ഭാഗം നെഗറ്റീവ്. ചെറിയ വര കുട്ടി സാധനം കാറ്റ്, പൂച്ച. കാഥോഡ്. കളർ മാറ്റം. കണ്ടോ, ചെറിയത് നെഗറ്റീവ് ടെർമിലേക്ക് കണക്ട് ചെയ്ത് കാഥോഡ്, വലുതിലേക്ക് കണക്ട് ചെയ്തത് ആനോഡ്. ഇത് ഹൈ വോൾട്ടേജ് ബാറ്ററി. ഇനി ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആർക്കെങ്കിലും ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിന്റെ പാർട്സിനെ കുറിച്ച് ഡൗട്ട് വരുമോ? പ്ലീസ് സേ യെസ് ഓർ നോ. പക്ക സാർ, ക്ലിയർ സാർ, അടിപൊളി സാർ, നന്നായിട്ട് മനസ്സിലായി സാർ. ഇനി ഞങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കുക വേണ്ട സാർ, സംഭവം പക്ക ക്ലിയർ. ഇങ്ങനെ പഠിക്കണോടാ ഓരോ കണ്ടന്റ്. ഇങ്ങനെ പഠിച്ചുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ് നമുക്ക്. വേറെ ആൻമാരി കയറിയുണ്ടോ ക്ലാസ്സില്? യെസ്. അപ്പോഴേ ഞാൻ ബ്രാരി കയറി എവിടെ ചോദിച്ചപ്പോൾ മിണ്ടിയില്ലല്ലോ ആൻമാരി. പേടയല്ലേ? അല്ലെ ടെക്സ്റ്റ് നോക്കിയാൽ ഭ്രാന്താവും. ഇത് പഠിച്ചാലാണ് നമുക്ക് ജെ തോംസൺ എക്സ്പെരിമെന്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പൊളിക്കാൻ പറ്റുക. പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, ക്രിസ്റ്റൽ ക്ലിയർ സാർ, പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, ഗുഡ്. ഡൗട്ട് വൺ കം സാർ. ഉർവിക താങ്ക് യു. ശ്രീനന്ദ PR ക്ലിയർ സാർ. ആർദ്ര ജോഷ് പെർഫെക്റ്റ്. ശ്രീരാം പെർഫെക്റ്റ്. ശ്രീരാം എന്റെ കസിനാട്ടോ, അതുകൊണ്ടാണ് എന്നെ പോഴ്ത്തണമെന്ന് എനിക്കറിയില്ല. വാട്ട് എവർ ഇറ്റ് മേ ബി. ഗുഡ്. പെർഫെക്റ്റ്. ഓക്കെ ഫ്രം കൃഷ്ണപ്രിയ. ആകാശ് മതി, ഇനി സമയം കളയുന്നില്ല. ഇതില് നിങ്ങൾ ഏറ്റവും വലിയൊരു സാധനം, ഈ ചിത്രം വരയ്ക്കുമ്പോ ടീച്ചേഴ്സ് നമ്മളൊരു സാധനം പറഞ്ഞില്ലല്ലോ, നല്ല ആളുകളാണ്. ഈ ആനോട് എങ്ങനത്തെ ആനോടെന്നാ പറഞ്ഞേ? പിന്നെ ഇവിടെ എന്തോ ഒരു കോട്ടിങ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ആരും എന്നോട് പറഞ്ഞില്ലല്ലോ. നല്ല ആളുകൾ. എനിക്കല്ലേ ടൈഫോയിഡ് വന്നത്, നിങ്ങൾക്കല്ലല്ലോ. സാർ ഒരു പേപ്പറിന്റെ കഷ്ണം കൂടി ഇല്ലാതെ ക്ലാസ് എടുക്കുന്നേ അല്ലേ? ഇവിടെ എന്താണ്? ഫ്ലൂറസെന്റ് കോട്ടിങ്. എന്താ ഫ്ലൂറസെന്റ് കോട്ടിങ് എന്നൊന്നും ടെൻഷൻ ആവണ്ട. നമ്മൾ ഈ റോഡിൽ കൂടെയൊക്കെ രാത്രി സഞ്ചരിക്കുമ്പോഴേ ഈ കല്യാൺ സിൽക്സിന്റെ പരസ്യത്തിലൊക്കെ പൃഥ്വിരാജൊക്കെ പെട്ടെന്ന് രാത്രി ബസ്സിന്റെ ലൈറ്റ് കിട്ടുമ്പോൾ തിളങ്ങും. ദാറ്റ് ഈസ് ഫ്ലൂറസെൻസ്. ഓക്കെ, അപ്പൊ അതുപോലത്തെ മെറ്റീരിയൽ വെച്ചിട്ട് ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആനോഡ് എങ്ങനെയായിരിക്കും? പെർഫറേറ്റഡ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പെർഫറേറ്റഡ്? ഈ ആനോഡിൽ ഹോൾസ് ഉണ്ടാവുന്നു. ഹോൾസ്, ചെറിയ ഹോൾസ് ഉണ്ടാവും. ഈ എക്സ്പെരിമെന്റ് നടത്തിയപ്പോ സ്മോൾ പോർസ്, പെർഫറേറ്റഡ്. ആദ്യത്തെ ശ്രീ കറക്റ്റ്. ഈ എക്സ്പെരിമെന്റ് നടത്തിയപ്പോ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. 104-105ഓളം കുട്ടികള് 8 മണി മുതൽ 8:45 വരെ ഈ ക്ഷമ കാണിച്ച് ഇവിടെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഹാറ്റ്സ് ഓഫ് ടു യു. പുതിയ തലമുറ മോശം, പുതിയ തലമുറ പഠിക്കില്ല, പുതിയ തലമുറ ഹാർഡ് വർക്കിംഗ് അല്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അവർക്ക് വേണമെന്ന് തോന്നിയാൽ അവർക്ക് 8 മണിയും വിഷയമല്ല, 9 മണിയും വിഷയമല്ല. ദേ വിൽ ബി ഹിയർ, ദേ വിൽ ബി വിത്ത്. I know that.
I underline that sentence. New generation students are unique and they are having so much potential, and if it is used properly, they can rule the world. Such an immense potential you are having, my dear students. Enjoy life, enjoy science, enjoy your +1 studies. പിന്നെ പ്രശ്നമില്ലാത്ത ജീവിതം ഉണ്ടോടാ? ഇതൊക്കെ തന്നെയല്ലേ രസം, അല്ലേ? ഇതൊക്കെ തന്നെയല്ലേ രസം, പിന്നല്ല. ഈ പ്രശ്നങ്ങൾക്ക് സാറെങ്കിലും ഉണ്ട്, ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ സാറൊക്കെ ഉണ്ട്. നിങ്ങളൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഒക്കെ ആയിട്ട് യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് എന്ത് ടെൻഷൻ ഉണ്ടാവും? അതൊക്കെ വെച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ എത്ര ലക്കിയാണ്, ഹൗ മച്ച് ലക്കി യു ആർ. ശരിയല്ലേ? അറ്റ്ലീസ്റ്റ് സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിക്കേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. വി ആർ സോ മച്ച് ലക്കി. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നുണ്ട്. നമ്മൾ പൊളിയാണ് മക്കളെ, അടിപൊളിയാണ്. നമ്മൾ മനസ്സ് തുറന്ന് വളരെ പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കാൻ തീരുമാനിച്ചാൽ അടിപൊളിയാണ്. ഇന്ന് തൊട്ട് സാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അസുഖം മാറിയാൽ എല്ലാ ദിവസവും ഇതുപോലത്തെ ക്ലാസ് വെച്ച് തരാം. ഈ അസുഖം മാറുന്നത് വരെ ആൾട്ടർനേറ്റ് ഡേയ്സിലായിരിക്കും. ഓക്കെ, സാറിന്റെ അസുഖം ഒന്ന് സെറ്റ് ആവുന്നത് വരെ ആൾട്ടർനേറ്റ് ഡേയ്സിൽ ഉണ്ടാവും. ഇപ്പൊ ഇന്നെടുത്ത നാളെ ഉണ്ടാവില്ല, മറ്റന്നാൾ. പക്ഷെ അസുഖം മാറിയാൽ, ചിലപ്പോൾ ഈ ആഴ്ച തന്നെ അസുഖം മാറും. അസുഖം മാറിയാൽ ഒട്ടുമിക്ക ദിവസവും സാർ ഈ ക്ലാസ് വയ്ക്കും. ഓക്കെ, ക്ലിയർ? ലീവുള്ള ദിവസമൊക്കെ സാർ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യും. യു ഗോട്ട് ഇറ്റ്? യെസ്, നിങ്ങളുടെ ഫുൾ സപ്പോർട്ട്, കട്ട സപ്പോർട്ട് വേണം നിങ്ങളുടെ. ഓക്കെ, യെസ്, ഗുഡ്. കാരണം നിങ്ങളില്ലാതെ എന്താ ആഘോഷം എന്ന് പറഞ്ഞാൽ, ഈ എക്സ്പെരിമെന്റ് നടത്തുമ്പോഴാണ് അത്ര മക്കളെ ഇവർക്ക് കാണാൻ കഴിഞ്ഞത്, കുറച്ച് ആളുകൾ പ്രകടനം നടത്തിയിട്ട്, ഇവിടുന്ന് കാതോടുന്ന് പ്രകടനം നടത്തിയിട്ട് ഇങ്ങനെ പോയി. സംസ്ഥാന സമ്മേളന പ്രകടനം പോലെ കാതോഡിൽ നിന്നും കുറച്ച് ആളുകൾ ജാഥയായി പുറപ്പെട്ട് ഈ പെർഫറേറ്റഡ് ഹോൾസിലൂടെ കടന്ന് ഇവിടെ തട്ടി, ഇവിടെ തട്ടുമ്പോൾ അവിടെ ഇങ്ങനെ സ്പാർക്ക്. ഓഹ്, ഇത് നാളത്ര ഇവർക്ക് മനസ്സിലായത്, ഇവിടുന്നാണത്ര ഇവർക്ക് മനസ്സിലായത്, ഇവർക്ക് ഇത് നാണത്ര മനസ്സിലായത്. ഇത് സിങ്ക് സൾഫൈഡ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ആ ബ്ലൂവില് ഒരു ഫ്ലൂറസെൻസ് എഫക്റ്റ് വരുന്നുണ്ട്. സിങ്ക് സൾഫൈഡ്. ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ, അപ്പോ കാഥോഡിന്റെ ചാർജ് എന്താ? നെഗറ്റീവ്. ഇന്ത്യയിൽ ജനിച്ചവൻ എന്താ പറയുക? ഇന്ത്യൻ. പാകിസ്ഥാനിൽ ജനിച്ചവൻ എന്താ പറയുക? പാകിസ്ഥാനി. അമേരിക്കയിൽ ജനിച്ചവൻ എന്താ പറയുക? അമേരിക്കൻ. ഈ നെഗറ്റീവ് എന്നാണ് ഉണ്ടായിരിക്കുന്നത് ഈ സാധനങ്ങൾ. അതുകൊണ്ട് നെഗറ്റീവ് സാധനങ്ങൾ, നെഗറ്റീവ് സാധനങ്ങൾക്ക് ജെ തോംസൺ പേരിട്ടു ഇലക്ട്രോൺ. പൊളിയല്ലേ? നെഗറ്റീവ് എന്നുണ്ടായ സാധനം നെഗറ്റീവ് സ്വഭാവമായിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് നെയിംഡ് ആസ് ഇലക്ട്രോൺസ്. പൊളിയോ? അവിടെ നിങ്ങളാണ് വന്നെങ്കിൽ അത് പോസിറ്റീവ് ആയേനെ. നെഗറ്റീവ്, കാഥോഡ് നെഗറ്റീവ് അല്ലേ? ആ നെഗറ്റീവ് എന്നാണ് ഈ ജാഥ പുറപ്പെട്ട് അവിടെ നിന്നാണ് ഉത്ഭവം, ഇവിടെ നിന്നാണ് സോഴ്സ്, ഇവിടെ നിന്നാണ് ഒറിജിൻ. അപ്പൊ നെഗറ്റീവ് ഇലക്ട്രോണിൽ നിന്നും വന്നത് കൊണ്ട് ഈ സാധനം ഇന്ത്യയിൽ നിന്ന് വന്നാൽ ഇന്ത്യക്കാരൻ, പാകിസ്ഥാനിൽ നിന്ന് വന്നാൽ പാകിസ്ഥാനി, കാഥോഡ് നിന്ന് വന്നുകൊണ്ട് അത് നെഗറ്റീവ്. That negative particles are called as electrons in future. പക്ക, പൊളി. എത്ര പേർക്ക് മനസ്സിലായി? എന്താ ചെയ്യാൻ സാർ? എക്സ്പെരിമെന്റ് തീർന്നു. എക്സ്പെരിമെന്റ് പൊളിച്ചു. ഇനി എൻട്രൻസ് എക്സാംസിന് സ്ഥിരമായിട്ട് നിങ്ങളെ കുഴി തള്ളണ ഒരു ചോദ്യം ഈ ഭാഗത്ത് നിന്ന് വരും. അത് പറഞ്ഞു തരട്ടെ സാറ്? സാറ് പറയുമ്പോ എല്ലാം കൈവച്ചിട്ടേ പോവുള്ളൂ. രസമായിട്ട് പോകും. നമുക്കൊരു 5 or 6 പീരീഡ് ഇതുപോലെ കിട്ടിയാൽ ഈ ചാപ്റ്റർ വളരെ വൃത്തിക്ക് തീർക്കാൻ പറ്റും. നിങ്ങളുടെ സ്കൂളിൽ എന്തായാലും 10ൽ കൂടുതൽ അവേഴ്സ് എടുത്തിട്ടുണ്ടാവും. എനിക്ക് ഐ ഹാർഡ്ലി നീഡ് 6 slots. 6 hours ഉണ്ടെങ്കിൽ ഇതേപോലെ. കാരണം ബുദ്ധിമുട്ടുള്ള ഭാഗം എങ്ങനെ കൊണ്ടുപോകണം, എളുപ്പമുള്ള ഭാഗം എങ്ങനെ കൊണ്ടുപോകണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെ എൻ്റെ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്യും. ഫ്ലൈറ്റ് എടുക്കണ പോലെ. ആദ്യം ടേക്ക് ഓഫ് ടൈം ഇല്ലേ നമ്മൾ മൂവ് ചെയ്യുന്നത്, അപ്പൊ പതുക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾ സെറ്റായി കണ്ട ഒരൊറ്റ പൊക്കാണ്. അപ്പൊ നിങ്ങൾ ഒപ്പം വരും. ഓക്കെ അല്ലേ? പൊളി. അനന്തു, വൺസ് മൈ ഹെൽത്ത് ഈസ് ഓക്കെ ഐ വിൽ ബി ദർ. ഓക്കെ, ഒപ്പം ഓൺലൈൻ ക്ലാസ്സസും ഉണ്ടാവും. സാറേ എല്ലാവർക്കും കിട്ടും ദർശനം. ഓക്കെ, യെസ്, ഹിയർ വി ഗോ. ഇതില് എൻട്രൻസിന് ഒരു ക്വസ്റ്റ്യൻ മാത്രം എപ്പോഴും ചോദിക്കും. എന്ത് കണ്ടീഷൻസ് ആണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റില് ഇവർ ഇംപ്ലിമെന്റ് ചെയ്ത കണ്ടീഷൻ? എന്താണ് കണ്ടീഷൻ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റില്
കൃഷ്ണപ്രിയ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഹൈ വോൾട്ടേജ് ലോ പ്രഷർ. ഹൈ വോൾട്ടേജ് പ്രഷർ ലോ ആണ്, ലോ പ്രഷർ. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റില് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. ഹൈ വോൾട്ടേജ് ലോ പ്രഷർ ആണ്. ഹൈ വോൾട്ടേജ് ലോ പ്രഷർ, ഹൈ വോൾട്ടേജ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇതിന് എന്തായാലും ഹൈ വോൾട്ടേജ് ആൻഡ് ലോ പ്രഷർ. അപ്പൊ ഞാൻ ഇത് ഓർത്ത് വെക്കാൻ, ഇത് എക്സാമിന് നേരെ ഉൾട്ടയാവും. പരീക്ഷയ്ക്ക് നിങ്ങൾ പോകുമ്പോ നിങ്ങൾക്ക് എന്റെ പോലത്തെ ബുദ്ധിയായിരിക്കും. ഞാൻ എപ്പോഴും ഞാൻ എന്ന വ്യക്തിയെ ഞാൻ എപ്പോഴും ഞാൻ എന്നുള്ള വ്യക്തിയെ വെച്ചിട്ടാണ് നിങ്ങളെ ഞാൻ കാണുന്നത്. അല്ലാതെ നിങ്ങൾ ഭയങ്കര സൂപ്പർ ഹീറോസ് ആണെന്നൊന്നും എനിക്ക് ധാരണയില്ല. അപ്പോ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് എങ്ങനെയെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോവാൻ സാധ്യതയുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് പ്രഷർ ഇല്ലാതിരിക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് ഹൈ പൊട്ടൻഷ്യല്, ഹൈ പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു കഴിവ്? അപ്പോ നിങ്ങളുടെ പാരന്റ്സ് പ്രഷർ കുറയ്ക്കുമ്പോൾ, ലോ പ്രഷറായ പാരന്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹൈ വോൾട്ടേജ് ആയിരിക്കും. ഇനി തെറ്റുവോ? എന്തൊക്കെ അഭ്യാസങ്ങളാണ് സാർ! കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ എന്തൊക്കെ അഭ്യാസങ്ങളാണ് സാർ! ലോ പ്രഷർ ആണെങ്കിൽ ഹൈ വോൾട്ടേജ് ആയിരിക്കും. നമ്മൾ കുട്ടികൾക്ക് പ്രഷർ, ഞാനിപ്പോ എന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു പ്രഷറും തന്നില്ല. ഞാൻ സിനിമ കഥ പറയണ പോലെ തുടങ്ങിയിട്ട് വന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വോൾട്ടേജ് കൂടി. നിങ്ങൾ അത്ര പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ആരെങ്കിലും 1-2 പേര് പോയിട്ടുണ്ടെങ്കിൽ അത് മേ ബി ബിക്കോസ് ഓഫ് ദെയർ ടെക്നിക്കൽ റീസൺ, നോട്ട് ബിക്കോസ് ഓഫ് മൈ ക്ലാസ്. ആം ഐ റൈറ്റ് ഓർ നോട്ട്? നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് ലോ പ്രഷർ തന്നാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഹൈ വോൾട്ടേജ് തരും. ഇതാണ് എന്റെ കോൺസെപ്റ്റ്. നിങ്ങളുടെ ആവശ്യമാക്കി മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഷർ ഒന്നും തരണ്ട, നിങ്ങൾ ഇവിടെ വരും. ഇനി ഇത് തെറ്റിക്കോ? പാരന്റ്സിനെ വെച്ച് ആലോചിക്കുക. എന്റെ രക്ഷിതാവ് പാവങ്ങളാണ്, ആത്മാർത്ഥതയുള്ളവരാണ്, അവരെന്നെ വെറുപ്പിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വോൾട്ടേജ് കൂട്ടണം, ഹൈ വോൾട്ടേജ് ആയിട്ട് പഠിക്കണം, എന്നാൽ മാത്രമേ എനിക്ക് ഭാവിയുള്ളൂ, എന്റെ വീട്ടുകാർക്ക് രക്ഷയുള്ളൂ. വീട്ടുകാരെ ആലോചിക്കാത്തവര് ജന്മത്തിൽ രക്ഷപ്പെടില്ല. ഇത് എഴുതി വെച്ചോ. അച്ഛനും അമ്മയെ കുറിച്ച് ചിന്തിക്കാതെ തലകുത്തി മറിഞ്ഞ് നടക്കുന്നവര്, സോ കോൾഡ് ഫ്രണ്ട് സർക്കിളിൽ, വാട്ട് എവർ ഇറ്റ് മേ ബി, ജന്മത്തിൽ രക്ഷപ്പെടില്ല. ഇത് സാറ് നന്നായിട്ട് മനസ്സിലാക്കിയ ഒരു സാധനമാണ്. അച്ഛൻ, അമ്മ, വീട്ടുകാർ, ഇവരെ വെറുപ്പിച്ചിട്ട് നീ ഇവരെ പറ്റിച്ച ആരെങ്കിലും അല്ല ദൈവം ചോദിക്കും. അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി വീട്ടുകാർക്ക്. അത് കഴിഞ്ഞിട്ട് മതി സ്റ്റഡീസ് ഇറക്കും, അല്ലേ? അപ്പൊ ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഈ പ്രോപ്പർട്ടീസ് പഠിക്കുന്ന സമയത്ത് ഒരു ചെറിയ പ്രോപ്പർട്ടി ഇവർ പറയുന്നത്, ഇതിന്റെ ഇടയിൽ ഈ ഡിസ്ചാർജ്, ഈ CBSE പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിസ്ചാർജ് ട്യൂബിന്റെ ഇടയിൽ ഒരു പാഡിൽ വീല് വെച്ചിട്ടുണ്ട്, ചെറിയൊരു വീല്, ഒരു വെയിറ്റ്ലെസ് വീല്. ആ വീല് വെച്ചപ്പോ വീല് തിരിയണതായിട്ട് ഇവർ കണ്ടു. ഒരു പാഡിൽ വീൽ എന്ന് പറയുന്നില്ല, പാഡിൽ വീൽ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്, എന്തെങ്കിലും അറിഞ്ഞു വെച്ചേക്ക്. ഒരു പാഡിൽ വീൽ, പാഡിൽ വീല് വെച്ചു. ആ പാഡിൽ വീല് കറങ്ങുമ്പോൾ അവർക്ക് മനസ്സിലായി ഈ സാധനം ഒരു മെറ്റീരിയൽ പാർട്ടിക്കിൾ ആണ്. എന്താ സാർ മെറ്റീരിയൽ പാർട്ടിക്കിൾ? പ്രേതമാണ് പോയതെങ്കിൽ ആ വീല് തിരിയില്ല. കാരണം പ്രേതത്തിന് ശരീരമില്ല. ഉണ്ടോ? പ്രേതത്തിന് ശരീരം ഉണ്ടോ? ഇല്ല. ശരീരം ഒരു സ്പേസ് ഇല്ലാത്ത ഒരു സാധനം ഇത് കൂടെ പോയാൽ അത് തിരിയില്ല. നേരെ മറിച്ച ചക്രത്തിനെ, ആ വീലിനെ തിരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ സാധനത്തിന് സ്വന്തമായിട്ട് ഒരു അവസ്ഥയുണ്ട്. ദാറ്റ് ഈസ് മെറ്റീരിയൽ പാർട്ടിക്കിൾ. സോ ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ഉള്ള സാധനമാണ്. അതൊരു മെറ്റീരിയൽ പാർട്ടിക്കിൾ ആണ്. കാരണം ചക്രം തിരിഞ്ഞു, പാഡിൽ വീല് തിരിഞ്ഞു, മെറ്റീരിയൽ പാർട്ടിക്കിൾ ആണ്. പെർഫറേറ്റഡ് ട്യൂബിലൂടെ വന്ന് ഈ സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ സ്പാർക്ക് കിട്ടി. നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് ഇത് കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ കോട്ടിംഗ് കൊടുത്ത് സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ അത് ഹിറ്റ് ചെയ്യിപ്പിച്ച് ആ ഗ്ലോവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നെഗറ്റീവിൽ നിന്നും ഇങ്ങോട്ട് പോസിറ്റീവിലേക്ക്, നെഗറ്റീവിൽ നിന്നും ഉത്ഭവിച്ചത് കൊണ്ട്, ഒറിജിൻ എടുത്തത് കൊണ്ടാണ് they are called as cathode rays. As these rays are originated from cathode, they are called as cathode rays or otherwise electrons. ഇനി ഇലക്ട്രോണിന്റെ ഡിസ്കവറിയെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ നൗ. ഇനി എക്സ്പെരിമെന്റ് പ്രശ്നമുണ്ടോ? സാർ പൊളിയായിട്ട് മനസ്സിലായി. ഈ എക്സ്പെരിമെന്റ് ഇപ്പോഴാണ് പൊളിച്ചത്. ഓക്കെ, ഗുഡ് ഗുഡ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ചോദിക്കട്ടെ, ഇനി ജെ തോംസൺ എന്താ ചെയ്തെന്ന് നോക്കിയാലോ?
ജെ തോംസൺ മെനക്കെട്ടിട്ട് ഇലക്ട്രോൺ കണ്ടുപിടിച്ചു എന്ന് ലോകത്തിനോട് പറഞ്ഞപ്പോ എല്ലാവരും ജെ തോംസനെ കളിയാക്കിയിട്ട് പറഞ്ഞു, എന്നാ ജെ തോംസൺ ഇലക്ട്രോണിന്റെ ചാർജിന്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് എത്ര? എന്റെ ജെ തോംസ, താങ്കൾ പറയുന്നു ഇലക്ട്രോൺ കണ്ടുപിടിച്ചു എന്ന്, എങ്കിൽ താൻ പറയേ ഇലക്ട്രോണിന്റെ ചാർജ് എത്ര, ഇലക്ട്രോണിന്റെ മാസ് എത്ര? നമ്മളിപ്പോ മിലിറ്ററി സെലക്ഷന് പോകുമ്പോൾ ചോദിക്കില്ലേ, എന്താണ് നിന്റെ പേര്? ശ്രീജിത്ത്. എത്ര വെയിറ്റ് ഉണ്ട്? 77. അതുപോലെ ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു സാധനം ജെ തോംസൺ ചേട്ടാ നിങ്ങൾ കണ്ടുപിടിച്ചത് കൊണ്ട് അതിന്റെ ചാർജ് എത്ര, അതിന്റെ മാസ് എത്ര, അത് നിങ്ങൾ പറയും, നമ്മൾ സമ്മതിക്കാന്ന് മറ്റ് സയന്റിസ്റ്റുകൾ എല്ലാവരും കൂടി പറഞ്ഞു. ജെ തോംസൺ ചേട്ടൻ വിടുവോ? ഇല്ല. വീണ്ടും എടുത്തു ആ സൈക്കിൾ കടയുടെ സാധനം, വീണ്ടും എടുത്തു ആ സാധനം. ഏത് സാധനം? ഡിസ്ചാർജ് ട്യൂബിന്റെ സെറ്റപ്പിനെ വീണ്ടും അയാൾ എടുത്തിട്ട് ഇനി ഇതിൽ എന്തൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇലക്ട്രോണിന്റെ ചാർജും മാസും ഒക്കെ ഇവന്മാർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് ആലോചിച്ച് തല പുണ്ണാക്കിയിട്ട് ഇതാ ഇനി നമുക്ക് ആ സാധനം. ഓക്കെ, എക്സ്ക്യൂസ് മീ. സാധനം ഇതല്ല, ഇത് ഞാനിപ്പോ വരച്ച് കാണിച്ചു തന്ന സാധനങ്ങളാണ്. സൂപ്പറാണ്. പെർഫറേറ്റ് ട്യൂബ്. ഓക്കെ, ഇതൊക്കെ പൊളിയാണ്. സാറ് പറഞ്ഞു തന്നതായിരുന്നു കേട്ടാ. ഇതാണ് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ തോംസൺ ചേട്ടൻ, ജെ തോംസൺ ചേട്ടൻ ഒരു ഇതേ സാധനം, ഇതേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിനെ വേറെ ലെവലിൽ ചെയ്തു. സിംഗം ജെ തോംസൺ ചേട്ടൻ ഇലക്ട്രോൺ എന്ന് പറയുന്ന സാധനത്തിന്റെ ചാർജും മാസും കണ്ടുപിടിക്കാൻ. ഇ ഫോർ ചാർജ്. ഇ എന്ന് വെച്ചാൽ ചാർജ്, ഇലക്ട്രോണിന്റെ ചാർജും. ഇലക്ട്രോൺ ആറ്റം പൊട്ടിച്ചു, ആറ്റത്തിന്റെ അകത്ത് നിന്ന്, ആറ്റം എന്ന് പറയുന്ന സാധനം പൊട്ടിക്കാൻ പറ്റില്ല എന്ന് ഡാൾട്ടൺ. ഞാൻ പൊട്ടിച്ചു എന്ന് ജെ തോംസൺ. പൊട്ടിച്ചിട്ട് ഞാൻ ഇലക്ട്രോൺ കണ്ടുപിടിച്ചു. അപ്പൊ ചോദ്യം, നീ ഇലക്ട്രോൺ കണ്ടുപിടിച്ചെങ്കിൽ അതിന്റെ ചാർജും മാസും പറ തോംസ. അപ്പൊ തോംസൺ വീണ്ടും ആ സുനാപ്പികൾ എടുത്തു. ചാർജും മാസും കണ്ടുപിടിക്കാൻ പുള്ളി ഇറങ്ങി. അതിനുവേണ്ടി പുള്ളി ചെയ്തത് എന്താ നോക്കിയേ, നിങ്ങൾക്ക് തന്നെ വായിക്കാം. അതിനുവേണ്ടി പുള്ളി ചെയ്ത് നോക്കിയേ, അപ്ലൈയിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് മ്യൂച്വലി പെർപെൻഡിക്കുലർ. ഇയാള് കണ്ടുപിടിച്ചപ്പോ ഇലക്ട്രോൺ പോയ വഴിയില്ലേ, വഴി ഈ കാഥോഡിൽ നിന്ന് കുറച്ച് മഞ്ഞ റേസ് അങ്ങോട്ട് പോയില്ലേ, ഇതിന്റെ വഴിയില് എന്താ കൊണ്ടിട്ട് കുപ്പിച്ചില്ല, മുള്ള. എന്താ കൊണ്ടിട്ട് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അപ്ലൈ ചെയ്തു. അവർ നമ്മളെ മാതിരി സാധാരണക്കാരല്ലല്ലോ, സയന്റിസ്റ്റ് അല്ലേ. നമ്മൾ കിഴങ്ങ് വല്ല കുപ്പിച്ചില്ലോ മുള്ളോ ഇട്ടിട്ട് ഇലക്ട്രോണിനെ കൊല്ലാൻ നോക്കും. ഇവർ അതൊന്നും ചെയ്തില്ല. ആ ഇലക്ട്രോണിന്റെ ചാർജും ഇലക്ട്രോണിന്റെ മാസും മനസ്സിലാക്കാൻ വേണ്ടി ജെ തോംസൺ ആ ഡിസ്ചാർജ് ട്യൂബിന്റെ സെറ്റപ്പിൽ തന്നെ ഈ ഇലക്ട്രോൺ പോകുന്ന വഴിക്ക്, ഈ ജാഥ കാഥോഡിൽ നിന്ന് ആനോഡിക്ക് പോകുന്ന വഴിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് വൺ അവർ പേടിക്കും. ബാറ്ററി വെച്ചു എന്ന്, ഒരു പോസിറ്റീവ് ടെർമിനലും ഒരു നെഗറ്റീവ് ടെർമിനലും വെച്ചു എന്നേ അർത്ഥമുള്ളൂ. അതിന് ഹൈ സ്റ്റാൻഡേർഡിൽ അപ്ലൈയിങ് ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ ബേജാറാവും, അയ്യോ അപ്ലൈയിങ് ഇലക്ട്രിക് ഫീൽഡ് എന്താടാ അത്, ഒരു ബാറ്ററി വെച്ചു അപ്ലൈയിങ് ഇലക്ട്രിക് ഫീൽഡ്, എന്നിട്ട് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് അപ്ലൈയിങ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ചാൽ മാഗ്നറ്റിന്റെ നോർത്ത് പോളും സൗത്ത് പോളും രണ്ട് സൈഡ് വെച്ചു കൊടുത്തു. ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും വെച്ചു കൊടുത്താൽ വി ഹാവ് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. മാഗ്നറ്റിന്റെ നോർത്ത് പോളും സൗത്ത് പോളും വെച്ചാൽ വി ഹാവ് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. പേപ്പർ പുസ്തകത്തിലൊക്കെ വായിക്കുമ്പോഴേ ഓൺ അപ്ലൈയിങ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് വെച്ചാൽ ബാറ്ററി വെച്ചു, മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു വെച്ചാൽ നോർത്ത് പോൾ സൗത്ത് പോൾ കാന്തം വെച്ചു. ഇതിന് വലിയ കാര്യമൊന്നുമില്ല. ആ ഇലക്ട്രോൺ ഇവിടുന്ന് അങ്ങോട്ട് പോയല്ലോ, ഒറ്റപ്പാലത്ത് നിന്ന് പാലക്കാടിക്ക് പോയി എന്ന് പറഞ്ഞ പോലെ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് ആ ഇലക്ട്രോൺ പോകുന്ന വഴിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വെച്ച് വിട്ടു. ക്ലിയർ ആയോ? ഇതാണ് സംഭവം. ഇതാണ് നമ്മൾ പറഞ്ഞ ആള്. ഇതാണ് ആ പെർഫറേറ്റഡ് ട്യൂബ്. നമ്മുടെ കാഥോഡാണ് ഇത്. ഇത് കാഥോഡ്, ഇത് ആനോഡ്. ആനോഡിലൂടെ ഈ പോകുന്ന ഇലക്ട്രോൺ പോകുന്ന വഴിയില് ഇതാ ഈ റെഡ് ആൻഡ് ബ്ലൂ ഇലക്ട്രിക് ഫീൽഡ്. എങ്ങനെ സാർക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് മനസ്സിലായത്? ഇത് നെഗറ്റീവ് ചാർജ് ആ മുകളിലത്തെ കാണാതെയാണ്, ഇത് പോസിറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും വെച്ചാൽ ബാറ്ററി വെച്ചു. അതിന്റെ വഴിയിൽ, അത് പോണ വഴിയിൽ കുപ്പിച്ചില്ലല്ലോ ഇട്ടത്, ബാറ്ററി വെച്ചു. നെഗറ്റീവും പോസിറ്റീവും വെച്ചപ്പോ വി ഹാവ് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്.
ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോ ഈ നേരെ പോണ ആള് അങ്ങനെ വളഞ്ഞിട്ട് ഏന്ന് പറഞ്ഞ പോയിന്റിൽ ഹിറ്റ് ചെയ്തു. സ്ട്രെയിറ്റ് ആയിട്ട് പോകേണ്ട മര്യാദക്കാരൻ ഇലക്ട്രിക് ഫീൽഡ് വെച്ചപ്പോ അങ്ങനെ പോയി ഏല് ഹിറ്റ് ചെയ്തു വളഞ്ഞിട്ട്. ഇനി അത് മാറ്റി കാന്തം വെച്ച് നോക്കി, കാന്തം മാത്രം. ആദ്യം ബാറ്ററി മാത്രം വെച്ച് നോക്കി, ഇലക്ട്രിക് ഫീൽഡ് മാത്രം വെച്ച് നോക്കി, അത് പോണ വഴിയില് അപ്പൊ ഈ നേരെ പോണ്ട ആള് ഏലിക്ക് വളഞ്ഞിടിച്ചു. ഇനി അത് മാറ്റിയിട്ട് കാന്തം മാഗ്നറ്റിക് ഫീൽഡ് മാത്രം വെച്ചു, നോർത്ത് പോൾ സൗത്ത് പോൾ. അപ്പൊ ഈ നേരെ പോണ്ട ആള് നേരെ വളഞ്ഞ് സീലിടിച്ചു. ഇനി രണ്ടും വെച്ച് നോക്കിയാലോ? അതെന്തിനാ ഓരോന്ന് വെച്ച് നോക്കുന്നേ? എന്തിനാ ബാറ്ററി മാത്രമായിട്ടും മാഗ്നറ്റിക് ഫീൽഡ് മാത്രമായിട്ട് വെച്ച് നോക്കുന്നേ? രണ്ടും കൂടി ഒപ്പം വെച്ച് നോക്കിയപ്പോ സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് ബീലിടിച്ചു. ഇതാണ് ആകെ കൂടി എക്സ്പെരിമെന്റ്. ചാർജ് ബൈ മാസ് റേഷ്യോ കണ്ടുപിടിക്കാൻ ജെ തോംസൺ എന്ത് ചെയ്തു ചോദിച്ചാൽ ആ പഴയ സാധനം തന്നെ എടുത്തു, പഴയ പുല്ലാങ്കോൾ തന്നെ എടുത്തിട്ട് മൂപ്പര് ആകെ ചെയ്തത് ആദ്യം ഇലക്ട്രിക് ഫീൽഡ് മാത്രം അപ്ലൈ ചെയ്ത് നോക്കി ബാറ്ററി വെച്ചിട്ട്. അപ്പൊ നേരെ പോകേണ്ട ആള് വളഞ്ഞ് ഏലടിച്ചു. ഓ, ബുക്കിൽ എഴുതി. ഇനി മാറ്റി കാന്തം വെച്ച് നോക്കി, മാഗ്നറ്റിക് ഫീൽഡ് അത് വെച്ച് നോക്കിയപ്പോ നേരെ പോകേണ്ട ആള് വളഞ്ഞിട്ട് സീലിടിച്ചു. ഇനി രണ്ടും ബാലൻസ് ചെയ്ത് വെച്ച് നോക്ക്, സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് ബീലിടിച്ചു. ഈ ഒബ്സർവേഷൻ ആണ് ഹി അറൈവ്ഡ് അറ്റ്. E means charge, M means mass. Charge by mass ratio. My dear students, please note this value. Okay, ആ E by M റേഷ്യോന് വേണ്ടി പുള്ളി ചെയ്തതിലാണ് ആ വരുന്ന ആളുകളിലെ നെഗറ്റീവ് ചാർജ് കൂടുന്തോറും ഡിഫ്ലക്ഷൻ കൂടുമത്രേ. ഈ വരുന്ന ആളുകളില്ലേ, മഞ്ഞ സാധനങ്ങൾ കുറെ വന്നല്ലോ അവിടുന്ന്, സംസ്ഥാന സമ്മേളനം, ജാഥ. ആ ജാഥയില് നെഗറ്റീവിന്റെ എണ്ണം കൂടുന്തോറും, -1 ആണെങ്കിൽ, -2 ആണെങ്കിൽ, -3 ആണെങ്കിൽ കൂടുതലായിരിക്കും അതിന്റെ വളവ്. നെഗറ്റീവ് ചാർജ് കൂടുന്തോറും വളയണതിന്റെ ഡിഫ്ലക്ഷന്റെ എക്സ്റ്റെന്റ് കൂടും. മാസ് കൂടുന്തോറും ഡിഫ്ലക്ഷൻ കുറയും. അതായത് ലൈറ്റർ ദ പാർട്ടിക്കിൾ. നമ്മൾ കണ്ടില്ലേ വെയിറ്റ്ലെസ് ബോളിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ കാറ്റത്ത് നന്നായിട്ട് പറക്കും. അതേപോലെ ആ ഇലക്ട്രോണിന്റെ മാസ് കുറയും തോറും ഡിഫ്ലക്ഷൻ എന്താവും അത്രേ? ഡിഫ്ലക്ഷൻ കൂടും. ക്ലിയർ? നമ്മൾ അപ്ലൈ ചെയ്ത ബാറ്ററിയോ മാഗ്നറ്റിക് ഫീൽഡിന്റെയോ മാഗ്നിറ്റ്യൂഡ് കൂട്ടുമ്പോഴും അതിന്റെ ഡിഫ്ലക്ഷൻ കൂടും. അതിന്റെ പാത്തിൽ വന്ന ഡിഫ്ലക്ഷൻ കൂടും. എന്നിട്ട് പുള്ളി വാല്യൂസ് കണ്ടുപിടിച്ചു. ഇതാണ് വാല്യൂസ്. ഈ വാല്യൂസ് മാത്രം ഒന്ന് പെട്ടെന്ന് എഴുതിയെടുത്തേക്കും. ചാർജ് ബൈ മാസ് റേഷ്യോ വാല്യൂ, മാസ് ഓഫ് ഇലക്ട്രോണും ചാർജും. വെരി വെരി ഇമ്പോർട്ടൻസ്. ജെ തോംസൺ കഷ്ടപ്പെട്ട് E by M റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തിയ, അയാളെ പുച്ഛിച്ചുകൊണ്ട് ആളുകൾ ചോദിച്ചു, നിങ്ങൾ ഇലക്ട്രോൺ കണ്ടുപിടിച്ചു എന്ന് പറയണ്ടല്ലോ, അതിന്റെ ചാർജ് എത്ര, മാസ് എത്ര? അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പുള്ളി കഷ്ടപ്പെട്ട് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് നോക്കി, മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് നോക്കി, രണ്ടും ഒരുമിച്ച് അപ്ലൈ ചെയ്ത് നോക്കി. എന്നിട്ട് കണ്ട ഒബ്സർവേഷന് പുള്ളി അറൈവ് ചെയ്ത വാല്യൂ ആണിത്. ചാർജ് ബൈ മാസ് റേഷ്യോ 1.75 into 10⁻11 കൂളം പെർ കിലോഗ്രാം. അതിൽ ചാർജ് മാത്രം എടുക്കുകയാണെങ്കിൽ ഈസ് 1.6 into 10⁻−19. മാസ് ഓഫ് ദി ഇലക്ട്രോൺ നോക്കുകയാണെങ്കിൽ 9.11 into 10⁻−31 kg. Give him a big round of applause to J.J. Thomson, my dear students. Why? Because ഇന്നും നമ്മൾ ഇലക്ട്രോണിന്റെ ചാർജ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ വില തന്നെയാണ്. ഇന്നും നമ്മൾ ചാർജ് ബൈ മാസ് റേഷ്യോ പ്രോബ്ലത്തിൽ ഉപയോഗിക്കുന്നത് ഈ വാല്യൂ തന്നെയാണ്. ഇന്നും നമ്മൾ മാസ് ഓഫ് ഇലക്ട്രോൺ ഈ വാല്യൂ തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്പെല്ലിംഗ് അറിയാത്ത കാലത്താണ് നമ്മുടെ ആളുകൾ ഇതൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. നമ്മളൊരു ബിഗ് റൗണ്ട് ഓഫ് അപ്ലോഡ്സ് കൊടുക്കണ്ടേ ഈ പുള്ളിക്ക്? ഇത്രയും കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച പുള്ളിക്ക് ആണോ അല്ലയോ? ഇത് കണ്ടുപിടിക്കൽ പോട്ടെ, നിങ്ങൾ ഈ വാല്യൂ പഠിക്കാൻ തന്നെ നിങ്ങൾക്ക് 3 ദിവസം എടുക്കും. ഇത് ഫോട്ടോ എടുക്കുക, വാൾപേപ്പർ ആക്കി വെക്കുക. വെച്ചാൽ എൻട്രൻസിന് യൂസ് ആവും. കണ്ട് സെറ്റ് ആവും. കണ്ട് വാല്യൂ. ചാർജ് ഓഫ് ഇലക്ട്രോൺ 1.6 into 10⁻−19 കൂളം. Mass of electron 9.11 into 10⁻−31 kg. Just like that, my dear students. ഇനി സാറ് നമ്മുടെ നാടൻ ലെവലിൽ സ്ലൈഡ് മാറ്റി നാടൻ ലെവലിൽ പറഞ്ഞുതരാം.
യശസ്വിനി ചോദിക്കുന്നു ഈ സ്ലൈഡ്സ് ഒക്കെ സെൻഡ് ചെയ്യുമെന്ന്. ഒരു സ്ലൈഡിന് 10,000 രൂപയാണ് ഒരു ചാപ്റ്ററിന്റെ സ്ലൈഡിന്. തരുമോ എനിക്ക്? യശസ്വിനി വെറുതെ പറഞ്ഞ ഇതൊക്കെ ഹൈ ലെവൽ കണ്ടന്റ് ആണ്. ഞാൻ ഒരു എൻട്രൻസ് കോർണർ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്. ഞാനാണ് പിള്ളേർക്ക് എടുക്കുക, ഞാനാണ് കുട്ടികൾക്ക് ഈ കണ്ടന്റ് എടുക്കുക. അപ്പൊ എൻട്രൻസിന് ഞാൻ എടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത സ്ലൈഡ്സ് ആണ് ഇതൊക്കെ. അത് നമ്മുടെ ട്യൂഷൻ പിള്ളേർക്ക് ചില കണ്ടന്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ എടുത്ത് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. നിങ്ങളുടെ എൻട്രൻസ് പരീക്ഷ +2 കഴിഞ്ഞാൽ നിങ്ങൾ എഴുതാൻ പോവുക. അതിനു മുമ്പ് നിങ്ങളുടെ എല്ലാ എൻട്രൻസ് കണ്ടന്റും സാറാണ് സെറ്റ് ആക്കി തരിക, നിങ്ങളുടെ പേടി മാറ്റി തരിക. അപ്പൊ ഇപ്പൊ അവസാനം പറഞ്ഞ ടോപ്പിക്ക് എനിക്ക് കുറച്ച് തൃപ്തി കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാൻ പോവാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചോ, നന്നായിട്ട് കേട്ടോ. ഇതോടുകൂടി നമ്മൾ ഡൗട്ട് ചെയ്യാം. അപ്പൊ ഈ പുള്ളി ഒരു കാർഡ് ഓർഡർ അല്ലേ, ഇതാ നമ്മുടെ സംഭവം. പോട്ടെ, ഇതൊക്കെ പഴയ സംഭവങ്ങൾ കേട്ടോ, ഇത് പഴയ സംഭവങ്ങൾ. കോട്ടിങ് അല്ലേ, അതിനെ കുറച്ച് പുള്ളി എക്സ്റ്റെൻഡ് ചെയ്തു അല്ലെ. നോക്കാം, നമുക്ക് അതുകൂടി പഠിച്ചിട്ട് ഇവിടുന്ന് ഈ പെർഫറേറ്റ് ട്യൂബിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അത് വീഴാനുള്ള സാധനം പുള്ളി ഇങ്ങനെ വരച്ചു റഫായിട്ട്. എന്നിട്ട് ഇത് പോകുന്ന വഴിക്ക്, ഈ ഇലക്ട്രോൺ പോകുന്ന വഴിക്ക് പുള്ളി എന്തായിട്ട് കുപ്പിച്ചില്ല, അല്ല, ആദ്യം ഇലക്ട്രിക് ഫീൽഡ് പ്ലസും മൈനസും. ഇലക്ട്രിക് ഫീൽഡ് മാത്രം അപ്ലൈ ചെയ്ത് നോക്കിയപ്പോ ഈ സാധനം നേരെ പോയി ഇവിടെ ഹിറ്റ് ചെയ്തു. അപ്പൊ എന്താ പുള്ളി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, നീ ഇവിടെ അപ്ലൈ ചെയ്യണ ബാറ്ററി വീണ്ടും ഹൈ വോൾട്ടേജ്, നീ ഈ ബാറ്ററിയുടെ വോൾട്ടേജ് കൂട്ടും തോറും ഈ സാധനത്തിന്റെ വളവ് കൂടുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? നീ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ എവിടുന്ന് അല്ലെ, എടാ ഇവിടെ ഇപ്പൊ നോക്ക്, ഒരു ഇലക്ട്രോൺ ഇവിടെ പോയില്ലേ, ഈ ഇലക്ട്രോണിന്റെ ചാർജ് -1, ഇവിടെ രണ്ടെണ്ണം കൂടി ഒരുമിച്ചാ പോണത് -2. അപ്പൊ ഈ ചാർജ് കൂടുന്തോറും, ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോ ഇലക്ട്രോണിന്റെ മുകളിലുള്ള ചാർജ് കൂടുന്തോറും ഈ ഡിഫ്ലക്ഷന്റെ അളവ് കൂടുന്നു. കുറച്ചും കൂടി വലിയ ചാർജ് ആണെങ്കിൽ കുറച്ചും കൂടി മേലേക്ക് പോയി തട്ടും, വലിയ ചാർജ്. അപ്പൊ ചാർജ് കൂടുമ്പോ when the magnitude of charge increases, the deflection range increases. ഈ ഡിഫ്ലക്ഷൻ ലെവൽ എന്താവും അത്രേ, കൂടും അത്രേ. You got it? Yes. Good. ഇനി ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. അവിടെ സ്ലൈഡ് വായിക്കുമ്പോഴൊന്നും ഒരു ചുക്കും മനസ്സിലാവില്ല. പേരിന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലായി പറയും. സ്കൂളിൽ തന്നെയല്ലേ ചെയ്യണ്ടാവുക. മനസ്സിലായോ? ഓ മാർക്ക് വരുമ്പോ എന്താ മാർക്ക് കിട്ടിയില്ല, ഒന്നും മനസ്സിലായില്ല. ഞാൻ എന്ത് ചെയ്യുക, LKG തൊട്ടുള്ള ശീലമാണ്, അത് മറക്കുകയില്ല അല്ലെ. അതുകൊണ്ട് ഞാൻ വീണ്ടും അവിടെ പറഞ്ഞു തന്ന് വീണ്ടും ഞാൻ നാടൻ സ്റ്റൈലിൽ വീണ്ടും എടുക്കുന്നു. ഇനി ഈ പോണ സാധനത്തിന്റെ മാസ് കുറയും തോറും, ഇലക്ട്രോണിന്റെ ഈ വന്ന സാധനങ്ങളുടെ ചാർജ് കൂടുന്തോറും, ചാർജ് കൂടുമ്പോ ഇതിന്റെ വളവ് കൂടും, ഡിഫ്ലക്ഷൻ കൂടും. ഈ വന്ന സാധനങ്ങളുടെ മാസ് കുറയുമ്പോ നിങ്ങൾ ഇങ്ങനെ കോമൺ സെൻസ് യൂസ് ചെയ്യും. ചാർജ് ബൈ മാസ് എന്നല്ലേ പറയുന്നത്, ഒന്ന് മേലെയും ഒന്ന് താഴെ. ചാർജ് കൂടുമ്പോ ഡിഫ്ലക്ഷനും കൂടും, വളവ് കൂടുന്നുണ്ട്. നേരെ മറിച്ച് മാസ് കുറയുമ്പോഴാണ്, അവിടെ തന്നെ ഉണ്ട് 2 പോയിന്റ്, ആ ഹെഡിങ്ങിൽ തന്നെ ഉണ്ട് 2 പോയിന്റ്. ചാർജ് ബൈ മാസ് റേഷ്യോ അല്ലേ പുള്ളി കണ്ടുപിടിച്ച്. അപ്പൊ ചാർജ് കൂടുമ്പോ വളവ് കൂടുന്നുണ്ട്. ഈ വരുന്ന ഇലക്ട്രോണിന്റെ ചാർജ് കൂടുമ്പോ വളവ് കൂടുന്നുണ്ട്. ഈ വരുന്ന സാധനത്തിന്റെ മാസ് കുറയുമ്പോഴും വളവ് കൂടുന്നുണ്ട്. ഓക്കെ, ഇനി നോക്ക്, ഈ ഇലക്ട്രോൺ പോകുമ്പോ ആദ്യം ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് നോക്കി. അപ്പൊ ഈ സാധനം എയിൽ പോയി ഇടിച്ചു. പിന്നെന്താ അപ്ലൈ ചെയ്ത് നോക്കിയത്, മാഗ്നറ്റിക് ഫീൽഡ്. നോർത്ത് പോളും സൗത്ത് പോളും അപ്ലൈ ചെയ്തു. മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോഴാണ് ബിയിൽ വന്ന് ഇടിച്ചത്. ഇനി ഇത് രണ്ടും ഒരുമിച്ച് അപ്ലൈ ചെയ്തപ്പോഴാണ് സി എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ എക്സ്പെരിമെന്റ് നടത്തിയിട്ടാണ് പുള്ളി എന്ത് കണ്ടുപിടിച്ചത്, ചാർജ് ബൈ മാസ് റേഷ്യോ. ഇതിന്ന് ഇതൊരു വാല്യൂ കിട്ടി പുള്ളിക്ക്, ഇതിന്ന് ഇക്ക് ഒരു വാല്യൂ കിട്ടി, എമ്മിനും ഒരു വാല്യൂ കിട്ടി. അങ്ങനെയാണ് ഈ ലോകത്ത് ഇലക്ട്രോൺ എന്ന് പറയുന്ന ആദ്യത്തെ സബാറ്റോമിക് പാർട്ടിക്കിളിന്റെ ഡിസ്കവറി സമ്പാദിച്ചത്. ഈ ക്ലാസ് റെക്കോർഡ് ചെയ്ത് ഇന്ന് എന്റെ ഡോക്ടർക്ക് ഞാൻ അയച്ചു കൊടുക്കും. ടൈഫോയിഡ് വന്നവർ പലരും 6 മാസം അനങ്ങാൻ പറ്റിയിട്ടില്ല, ഇതുപോലെ സ്ട്രെയിൻ എടുത്ത് ക്ലാസ് എടുക്കാൻ പറ്റില്ല പറഞ്ഞു. ഇന്ന് ഈ ക്ലാസ്സിന്റെ റെക്കോർഡിങ് എനിക്ക് ഡോക്ടർക്ക് അയച്ചു കൊടുക്കണം. വേണോ വേണ്ടയോ? നിങ്ങൾ പറയാം, വേണോ വേണ്ടയോ? അയച്ചു കൊടുക്കണോ വേണ്ടയോ? യു ടെൽ മീ.
യു ടെൽ മീ. പിന്നെ എനിക്കൊരു ചെറിയ ഹെൽപ്പും കൂടി ഉണ്ട്. ചിലവർക്ക് ചിലപ്പോ ഈ പാറ്റേൺ അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങളൊക്കെ തിരക്കുള്ളവരല്ലേ? അപ്പൊ എനിക്കൊരു ഡൗട്ട് ഉള്ളത്, ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എനിക്കൊരു ഡൗട്ട് ഉള്ളത്, അത് കാണാനില്ലല്ലോ. യെസ്, ഹിയർ ഇറ്റ് ഈസ്. നിങ്ങൾക്ക് ഒരു മിനിറ്റ് കേട്ടോ മക്കളെ. സാർ എടുത്തതെല്ലാം മനസ്സിലായോ ഇല്ലയോ? ഇതേപോലെ ക്ലാസ് ഈ കൊല്ലം മുഴുവൻ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഇട്ട ക്ലാസ് ഈ വർഷം മുഴുക്കെ ഉണ്ടാവും. ഇതുപോലത്തെ എന്റെ ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ടാവും. എന്റെ ഹെൽത്ത് ഓക്കെ ആയാൽ അപ്പൊ ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തും. രാഗിരി ആണെങ്കിലും താരേക്കാട് ആണെങ്കിലും വടക്കഞ്ചേരി ആണെങ്കിലും. അപ്പൊ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കണം സാർക്ക് പെട്ടെന്ന് സെറ്റ് ആവാൻ. ഓക്കെ, സാർക്ക് പെട്ടെന്ന് സെറ്റ് ആവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓക്കെ, ഞാനിപ്പോ ഒരു ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ ഒരു ലിങ്ക് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കണോ? ഒരു ലിങ്ക് ചാറ്റ് ബോക്സിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കിട്ടിയോ? ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ക്ലാസ് യൂസ്ഫുൾ ആണോ അല്ലയോ നിങ്ങളുടെ ഫീഡ്ബാക്ക് കറക്റ്റ് ആയിട്ട് ഇടണം. നമ്മുടെ റിവ്യൂ ആണ് ഈ ക്ലാസ്. കാരണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ നൈറ്റ് ക്ലാസ് 8 മണി. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആത്മാർത്ഥമായിട്ട് ഇട്ടാൽ മതി. ക്ലാസ് ഇഫക്റ്റീവ് ആണ്, ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാത്രം 5 സ്റ്റാർ തരിക. വെറുതെ 5 സ്റ്റാർ തന്നിട്ട് സന്തോഷിപ്പിക്കേണ്ട, അതിന്റെ റിവ്യൂ കൂടി ഇടണം. എന്ത് ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് ക്ലാസ് ഫീൽ ചെയ്തത്? ഞാനൊരു 10ാം ക്ലാസ് ഇവിടെ പഠിച്ച പിള്ളേർക്ക് അറിയാം എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. ഞാനൊരു ലിങ്ക് ഇട്ടുണ്ട്, അതിൽ ഇപ്പൊ തന്നെ ക്ലിക്ക് ചെയ്യുക. എനിക്ക് ഇപ്പൊ തന്നെ മൊബൈലിൽ വരും ആരൊക്കെ ക്ലിക്ക് ചെയ്ത് എന്നുള്ളത്, ആരൊക്കെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വിത്ത് നെയിം വരും. ഇപ്പൊ ചെയ്യണം, എന്നിട്ടേ ഞാൻ ലോഗ് ഔട്ടായി പോകുള്ളൂ. എന്നിട്ട് ഞാൻ തീരുമാനിക്കാം ഈ ക്ലാസ് ഇനിയും വേണോ വേണ്ടയോ. ഇന്നത്തെ ഈ എഫേർട്ട് ചുമ മാറ്റി നിർത്ത്. നിങ്ങൾ ചുമ ഞാൻ മനഃപൂർവ്വം ചുമച്ചതല്ലല്ലോ. ഇന്നത്തെ ചുമ മാറ്റിയാൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ ടോപ്പിക് ഒക്കെ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇത് കണ്ടപ്പോൾ ഹൗ ഡു യു ഫീൽ അബൌട്ട് ദിസ് ക്ലാസ്? നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു, പാറ്റേൺ കറക്റ്റ് ആണെങ്കിൽ യു ക്യാൻ ഗീവ് മീ 5 സ്റ്റാർ. തീരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 1 സ്റ്റാറും തരണ്ട. അപ്പൊ ഞാൻ ആ ക്ലാസ് മാറ്റി പിടിച്ചോളാം. ഓക്കെ, ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇനി നമുക്ക് ഇതേപോലെ കുറെ ക്ലാസ്സസ് പേജ് ലോഡ് ആവുന്നുണ്ടല്ലോ. വരുന്നില്ലേ മകളെ? പേജ് വരുന്നില്ലേ? ക്ലിക്ക് ചെയ്തവർക്ക് വരും. ക്ലിക്ക് ചെയ്തവർക്ക് വരും. ക്ലാസ് കൊളാണെങ്കിൽ കൊളാണെന്നിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ക്ലാസ് നിങ്ങൾക്ക് ഹൗ ഡു യു ഫീൽ? ഈ 8 മണി തൊട്ട് 9:15 സമയം നമ്മൾ 1.25 മണിക്കൂർ ഇന്ന് ഒരുമിച്ചിരുന്ന് അധ്വാനിച്ചതാണ്. ഈ ഭാഗ്യേ കഷ്ടമുള്ളൂ. JJ തോംസൺ, റൂദർഫോർഡ്, ബോർ ഈ 3 മോഡലും എടുത്ത് കോണ്ടന്റ് നമ്പേഴ്സും എടുത്ത് ഡി ബ്രോഗിലെ ഹെസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇത്രയും തീർത്താൽ പെടാം. നമുക്ക് സംഭവം പൊളിച്ചു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം 5 സ്റ്റാർ തന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ 0 സ്റ്റാർ തന്നാലും നോ ഇഷ്യൂ അറ്റ് ഓൾ. ഇതൊരു ജെനുവിൻ ഫീഡ്ബാക്ക് ആണ്. നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾ ഇത് ഏൽക്കണുണ്ടോ? ഈ പുതിയ തലമുറയുള്ള കുട്ടികൾക്ക് ഞാൻ ആദ്യമായിട്ടല്ലേ നിങ്ങൾക്ക് ഈ ക്ലാസ് എടുക്കുന്നത്. പുതിയ തലമുറയുള്ള കുട്ടികൾക്ക് ഈ സാധനം ഏൽക്കണുണ്ടോ എന്നും കൂടി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം. ആ ജെറിൻ ചിലപ്പോ 1 സ്റ്റാർ തന്നിട്ടുണ്ടാവും. ഇല്ലടാ ജെറിനെ? പിന്നെ നിങ്ങൾ പരമാവധി 8 മണി ക്ലാസ്സിന് വരുമ്പോ ഭക്ഷണം കഴിച്ചിട്ട് വരിക. ചിലപ്പോഴൊക്കെ എനിക്ക് നല്ല മൂടാണെങ്കിൽ 10 മണി 10:30 വരെ പോകും ക്ലാസ്. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ക്ലാസ്സിലേക്ക് വന്നാൽ മതി രാത്രി. മാത്രമല്ല 8 മണിക്കൊക്കെ കഴിക്കുന്നത് നല്ല ശീലമാണ്. 8 മണിക്കൊക്കെ കഴിക്കുന്നത് നല്ല ശീലമാണ്. എന്നെ മാതിരി ടൈഫോയിഡ് ഒന്നും വരില്ല നിങ്ങൾക്ക്. അഭിനവിന് മാത്രമാണ് എറർ. ബാക്കി ആർക്കെങ്കിലും ഒക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയോ? അഭിനവിന് മാത്രമാണ് എറർ വരുന്നത്. ബാക്കിയുള്ളവർക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയോ? ആ, പൂർവികയ്ക്ക് പറ്റിയിട്ടുണ്ടല്ലോ. ഈ ക്ലാസിന്റെ ക്വാളിറ്റി വെറുതെ 5 സ്റ്റാർ ഇടണ്ട. നിങ്ങൾ എന്താണോ ഫീൽ ചെയ്തത് ദാറ്റ് യു ഷുഡ് പോസ്റ്റ്. യു ഷുഡ് പോസ്റ്റ് യുവർ ഓൺ ഫീലിംഗ്.
നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു എന്നുള്ളതാണ് ഇടേണ്ടത്. എന്നാലാണ് എനിക്ക് ഇവിടെ ഇരുന്ന് ഇനിയും ഇതുപോലത്തെ ക്ലാസ്സുകൾ കൂടുതൽ സെറ്റ് ചെയ്യാൻ പറ്റുക. നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും. നിങ്ങൾക്ക് ഇവിടെ ഒരു നാഥനുണ്ട്, നിങ്ങൾക്ക് ഇവിടെ ഒരു മെന്റർ ഉണ്ട്, KBSൽ ശ്രീജിത്ത് സാർ ഉണ്ട്. യു ഡോണ്ട് വറി. ഇനി ഫിസിക്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രധാനപ്പെട്ട ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഐ വിൽ സോൾവ് ഫിസിക്സ്, ഐ വിൽ സോൾവ് മാത്സ്, ഈവൻ കമ്പ്യൂട്ടർ സയൻസ്. ഐ ക്യാൻ ഹാൻഡിൽ ഓൾ ദീസ് സബ്ജക്ട്സ്. സോ യു ഡോണ്ട് വറി, ഐ വിൽ ബി വിത്ത് യു. ആൻഡ് മേരി, മനസ്സിലായോ സാർ എടുത്തതെല്ലാം? സാറ് നെക്സ്റ്റ് വീക്ക് വന്നിട്ട് ഫസ്റ്റ് പാഠത്തിലെ ലിമിറ്റിംഗ് റിയേജന്റും എംപിരിക്കൽ ഫോർമുലയൊക്കെ തീർത്ത് തരാം കേട്ടോ. യു ഡോണ്ട് വറി. ആൻഡ് മേരി, യെസ്, ഡോണ്ട് വറി. സാറുള്ളപ്പോ എന്ത് പേടി ആൻഡ് മേരി. ഇത് കണ്ടില്ലേ, പൊളിച്ചടിക്കില്ലേ ഈ ടോപ്പിക്? ഉറക്കം വരുന്ന ടോപ്പിക്കാ. നമ്മൾ പൊളിച്ചടിക്കില്ലേ സാധനം, സിമ്പിൾ ആയിട്ട് ഇല്ലേ? യെസ്. പല സ്കൂളിലും JJ തോംസൺ മോഡൽ വെച്ച് എടുക്കുക. പക്ഷെ അത് വെച്ചുകൊണ്ട് നമുക്ക് എൻട്രൻസിന് ഗുണമില്ല. ഓക്കെ, എൻട്രൻസിന് നമുക്ക് കംപ്ലീറ്റ് പറയണം. ക്ലാസ് മനസ്സിലായെങ്കിൽ ക്ലിക്ക് ചെയ്ത് 5 സ്റ്റാർ ഇട്ട് നിങ്ങളുടെ ആത്മാർത്ഥമായ റിവ്യൂ ഇൻ റൈറ്റിംഗിൽ ഇടുക. അല്ലാത്തവര് ഒന്നും ചെയ്യണ്ട. ഓക്കെ, എന്നാ നമുക്ക് പിരിഞ്ഞാലോ? ഓക്കെ, നിങ്ങൾ സമയം എടുത്ത് മാളവിക P16 യൂണിറ്റ് 1 എക്സാം ഉണ്ട് സാർ. മാളവിക, നിങ്ങൾക്ക് ഇനി ഞാൻ എടുക്കാനുള്ളത് ലിമിറ്റിംഗ് റിയേജന്റ് മാത്രമാണ്. തീർക്കാം. എന്നിട്ട് ഫസ്റ്റ് പാഠത്തിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് തരാം. ഓക്കെ, താരേക്കാട് ലിമിറ്റിംഗ് റിയേജന്റ് മാത്രമാണ് താരേക്കാട് എടുക്കാനുള്ളത്. അല്ല, യൂണിറ്റ് 1 എന്ന് പറഞ്ഞു. ഓ, ഫസ്റ്റ് യൂണിറ്റ് എക്സാം, യൂണിറ്റ് ടെസ്റ്റ് അല്ലേ? അപ്പോഴേക്കൊക്കെ ഇത് തീരും. നമുക്കൊരു 5 to 6 days ഇതുപോലത്തെ സെഷൻ ഉണ്ടെങ്കിൽ തന്നെ ഈ ലെസൺ തീരും. ഡോണ്ട് വറി. ഓക്കെ, ബൈ മക്കളെ, സീ യു, ടേക്ക് കെയർ. സാറ് വേഗം ഉഷാറാവാൻ പ്രാർത്ഥിക്കട്ടാ, എന്നാലേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. ബൈ ബൈ, സീ യു, ബൈ 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 ബൈ. ഓക്കെ, ബൈ. 16th ആവുമ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്ത് തരാം സ്ട്രക്ചർ ഓഫ് ആറ്റം. ഡോണ്ട് വറി, അപ്പോഴേക്കും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് തരാം കേട്ടോ.